ചിന്തയിൽ എന്തെന്നും അറിയ
ഇന്നയോളം എന്നെ പുലർത്തി എന്റെ യേശു എത്ര നല്ലവൻ. അവനെന്നെന്നും മതിയായവൻ. എന്റെ യേശു എത്ര നല്ലവൻ. അവനെന്നെന്നും മതിയായവൻ. എന്റെ പാപഭാരമെല്ലാം തന്റെ ചുമലിൽ ഏറ്റുകൊണ്ട് എനിക്കായി കുരിശിൽ മരിച്ചു. എന്റെ യേശു എത്ര നല്ലവൻ. എനിക്കായി കുരിശിൽ മരിച്ചു. എന്റെ യേശു എത്ര നല്ലവൻ. എന്റെ ആവശ്യങ്ങളറിഞ്ഞ് ആകാശത്തിൻ കിളിവാതിൽ തുറന്ന് എല്ലാം സമൃദ്ധിയായി നൽകിടുന്ന എന്റെ യേശു നല്ല ഇടയൻ. എല്ലാം സമൃദ്ധിയായി നൽകിടുന്ന എന്റെ യേശു നല്ല ഇടയൻ. മനോഭാരത്താലഞ്ഞ് മനോവേദനയാൽ നിറഞ്ഞ് മനമുരുകി ഞാൻ കരഞ്ഞിടുമ്പോൾ എന്റെ യേശു എത്ര നല്ലവൻ. മനമുരുകി ഞാൻ കരഞ്ഞിടുമ്പോൾ എന്റെ യേശു എത്ര നല്ലവൻ. രോഗശയ്യയിലെനിക്കു വൈദ്യൻ. ശോകവേളയിൽ ആശ്വാസകൻ. കൊടും വെയിലതിൽ തണലുമവൻ. എന്റെ യേശു എത്ര വല്ലഭൻ. കൊടും വെയിലതിൽ തണലുമവൻ. എന്റെ യേശു എത്ര വല്ലഭൻ. ഒരു നാളും കൈവിടില്ല. ഒരു നാളും ഉപേക്ഷിക്കില്ല. ഒരു നാളും മറക്കുകില്ല. എന്റെ യേശു എത്ര വിശ്വസ്തൻ. ഒരു നാളും മറക്കുകില്ല. എന്റെ യേശു എത്ര വിശ്വസ്തൻ.
പേപ്പറിലെ രണ്ടാം ഫോട്ടോ ചെയ്തത് കാണുന്നു. ഞാൻ വിശ്വസിച്ചാൽ എൻ മുമ്പിൽ കാണുന്നു. ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു. ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്നാവോ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്നാവോ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. അഗ്നിയിൽ നാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിയിൽ നാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന സർവശക്തൻ കൂടെയുണ്ട്. ദൈവത്തിൽ വീണ്ടും കടന്നു ഭൂമിയുടെ മുഖത്ത് നമുക്ക് ശേഷിപ്പിച്ചു ആരോഗ്യത്തോടും നമ്മുടെ ആയുഷിനെ നീട്ടുന്ന രാത്രികാലം വീണ്ടും കടന്നു വരുവാൻ നമുക്ക് സ്തുതിക്കാം. കഴിഞ്ഞ രാത്രിയിൽ നമ്മളോട് സംസാരിച്ച ദൈവം ഇന്ന് രാത്രിയിൽ സംസാരിക്കാൻ അവൻ ശക്തനാണ്. ഇന്ന് വൽക്കാലം സംസാരിച്ച കർത്താവിന്റെ കൃപ ശക്തി ഇന്ന് രാത്രികാലവും നമ്മളോട് സംസാരിക്കാൻ അവൻ നമ്മുടെ മധ്യേ വിശ്വസിക്കുന്ന മക്കളെല്ലാം ഇന്ന് രാത്രികാലത്ത് കാര്യങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ പാടുന്ന പോലെ കാണാത്ത കാര്യങ്ങൾ നമ്മുടെ കൺമുമ്പിൽ നിൽക്കുമ്പോൾ അതിനെ വിശ്വസിക്കുവാൻ ഇന്ന് രാത്രികാലം കർത്താവേ എനിക്ക് ക്രൂരമേ നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ സാധ്യമാകുന്ന ദൈവത്തിന്റെ ശക്തി ശൂന്യതയിൽ ഉരുവാക്കിയ ദൈവത്തിന്റെ ശക്തി ഇന്ന് രാത്രികാലം ഇവിടെ വ്യാപരിച്ചിട്ട് നമ്മളെല്ലാവരും കർത്താവിന്റെ സന്നിധിയിൽ പ്രയോജനകരമായി തീരുവാൻ ആത്മാവിന്റെ പുതുക്കത്തോടെ അകത്തെ മനുഷ്യന് ശക്തി പ്രാപിച്ചു കർത്താവിനെ സ്തുതിപ്പാൻ ഇന്ന് രാത്രികാലം കർത്താവിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. അനേക വിഷയങ്ങൾ നമ്മുടെ മൊത്തത്തിൽ പ്രാർത്ഥിക്കാനുള്ളതെല്ലാം നമ്മൾ ഓർക്കുമ്പോൾ തന്നെ ഇന്ന് രാത്രികാലം നടക്കുന്ന മീറ്റിങ്ങിനെ കർത്താവിലേക്ക് ഏൽപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. ഈ പഠനത്തില് നമ്മൾ ആഗ്രഹിക്കുകയും തീരുമാനിക്കുകയും ചെയ്തതുപോലെ ഈ സഭയുടെ കൺവെൻഷന്റെ രണ്ടാമത്തെ രാത്രിയില് നമ്മൾ ദൈവത്തിൽ കടന്നു വന്നിരിക്കുന്നു. സകലമാനവും മഹത്വം നമ്മുടെ കർത്താവിന് നമുക്ക് കൊടുത്താൽ ഞങ്ങൾക്കല്ല കോവേ ഞങ്ങൾക്കല്ല നിന്റെ വിശ്വസ്തതയും നിമിത്തമെന്ന് സംഗീതക്കാരനോട് ചേർന്ന് രാത്രികാലം ഞങ്ങൾ ഭൂമിയിലായിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി വല്ലതും ചെയ്യുന്നത് കർത്താവേ നിന്റെ വിശ്വസ്തതയാണ്.
അങ്ങയുടെ ദൈവം ഓർത്ത് മനസ്സിലാക്കുവാൻ ഇന്ന് രാത്രികാലം വീണ്ടും നമുക്ക് കർത്താവിടെയാക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൂരത്തുനിന്ന് കാലത്തുനിന്ന് കൂട്ടിക്കൊണ്ട് നല്ല ദൈവങ്ങളെ കർത്താവികളിലേക്ക് ഏൽപ്പിക്കാം. ദൈവത്തിന് ശുശ്രൂഷ കർത്താവികളിലേക്ക് ഏൽപ്പിക്കാം. വിഷയങ്ങളെല്ലാം ഓർത്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിപ്പാനായിട്ട് പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സമയം ഒട്ടും നഷ്ടപ്പെടുത്തി കളയാതെ സഹോദരന്മാരുടെ സൈഡിൽ നിന്നും 2 പേർക്കും അതിനുശേഷം സഹോദരന്മാരുടെ സൈഡിൽ നിന്നും പ്രാർത്ഥിച്ച് ഇന്ന് രാത്രിത്തെ മീറ്റിംഗ് കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമല്ലോ. ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കുവാനാകട്ടെ. Praise the Lord. Hallelujah. Hallelujah. Praise the Lord. Hallelujah. Praise the Lord. അവനെ സാത്മ പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ഞങ്ങളിലേക്ക് ആശ്രയിക്കുകയും ദൈവം ഞങ്ങൾക്ക് ആശ്രയമായി തീരുകയും ചെയ്തതുകൊണ്ട് അവിടുത്തെ രക്തം കൊണ്ട് ഞങ്ങളെ വിലഖ്യമാക്കിയതുകൊണ്ട് അവിടുത്തെ മക്കളോ അവകാശവും പുത്രത്വവും തന്നോട് സ്തോത്രം ചെയ്യുന്നു. എത്ര പേരുടെ പ്രാപിച്ച ദൈവത്തോട് ചേർന്ന് തീരുമാൻ നിന്റെ കുഞ്ഞുങ്ങൾക്ക് ഭാഗ്യം തന്ന ദൈവത്തെ അങ്ങനെ വാഴ്ത്തുക കർത്താവേ. നീ സ്തുതികളിൽ മേൽവാസം ചെയ്ത് സ്തുതികളിൽ വസിക്കുന്നവനാകിയാൽ സർവമഹത്വവും പുകഴ്ചയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്ന കർത്താവേ. പെരുമുഖത്തെ നോക്കുന്നവരാരും രക്ഷിക്കുവാൻ അവിടുന്ന് സമ്മതിക്കയില്ലല്ലോ. എന്ന് രാത്രി കാലം ദൈവജനത്തെ കൂട്ടിവരുത്തുമാറാകണമേ. അവിടുന്ന് ഹല്ലേലൂയ കടന്നു വരുന്ന ജനം അനുഗ്രഹിക്കപ്പെടുവാൻ, സൗഖ്യം പ്രാപിപ്പാൻ, ആത്മാവിൽ പുഷ്ടി പ്രാപിപ്പാൻ, സന്തോഷത്തോടെ സമാധാനത്തോടെ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന് വാചനം കേട്ട അങ്ങേ ആരാധിക്കുന്ന സന്തോഷമുള്ളവരായി കൊള്ളവരെ പോലെ മടങ്ങി പോകുവാൻ ക്രിസ്തുവിൽ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന അപാദബുദ്ധർക്കരത്തിൽ വ്യക്തിയാണ്. ഹല്ലേലൂയ. ബലഹീനരുണ്ട്, ക്ഷീണിതരുണ്ട്, വാർദ്ധക്യത്തിൽ വരുന്നവരുണ്ട്. എന്നാൽ ഞങ്ങളുടെ യവനക്കാരെ കുഞ്ഞുങ്ങളെ വലിയ ഒരുപോലെ അനുഗ്രഹിപ്പാൻ കഴിവുള്ള സർവശക്തനായ ദൈവം ഞങ്ങളുടെ മാറ്റി എഴുന്നള്ളി വന്നാൽ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പരിശുദ്ധനാകിയാൽ ഞങ്ങൾ വിശുദ്ധിയോടുകൂടെ അങ്ങയുടെ പാടുപെടുന്ന സകല ഹല്ലേലൂയ അശുദ്ധിയെ വിട്ട പാടുപെട്ടുള്ള മണവാട്ടിയായി ക്രിസ്തുവിന്റെ ദേവീതരായി തീരുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകം ഞങ്ങൾക്ക് അനുകൂലമല്ല കർത്താവേ. സംഭവമായ ഒരു കാലത്താണ് ഞങ്ങൾ അനേകർക്ക് സ്വാതന്ത്ര്യമില്ല. സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാൻ ആഗ്രഹിക്കുന്ന പോലെ അവർക്ക് മുൻപോട്ട് പോകാൻ കഴിയുന്നില്ല. എന്നാൽ ഞങ്ങൾക്ക് തന്ന സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് പറയാതെ ആത്മാവിലേക്കുള്ളവരായ ഉത്സാഹത്തിൽ മനമില്ലാത്തവരായ ദൈവജനത്തെ അവർ സഹായിക്കുമാറാകണമേ. ഞങ്ങൾക്ക് നൽകി തന്ന ആത്മീയ, ഭൗതിക, ശാരീരിക, മാനസികമായ എല്ലാ അനുഗ്രഹങ്ങൾക്കായി നന്മകൾക്കായി സ്തോത്ര. സഭയായി, വ്യക്തികളായി, കുടുംബങ്ങളായി, വീട്ടബോധങ്ങളായി സഹോദരങ്ങളെ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുന്നു. ഇന്ന് രാത്രികാലം അനുഗ്രഹീതമായ പാട്ടുകൾ പാടുവാൻ അവിടുന്ന് ഇടയാക്കിയല്ലോ. അല്പസമയങ്ങൾ വാദപ്പെടുത്തിൽ ഇരിക്കട്ടെ കർത്താവേ. കൃത്യമായി സംസാരിക്കേണ്ടതിന് അവിടുത്തെ ആലോചന അറിയിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വാസ്ത്രയെ കുടുംബത്തെ ദൈവകരങ്ങളെ ഏൽപ്പിക്കുന്നു. കൂടെ ശുശ്രൂഷിക്കുന്നവരെ ഏൽപ്പിക്കുന്നവർക്കാണ് ഞങ്ങൾക്ക് അനുഗ്രഹീതമായ ഒരു ആരാധന ഒരുക്കി തന്നല്ലോ. അതിനാൽ സ്തോത്രം. തിരുവചനം ഘോഷിപ്പാൻ ഞങ്ങളുടെ വാർത്തയെ കൂട്ടിവെച്ചിരിക്കുന്ന അവിടുത്തെ വിലയേറിയ അധികം ശക്തിയായ അനേക ജാതികളുടെ ഭാഷക്കാരുടെ നടുവിലായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ പ്രയോജനപ്പെടുവാൻ ബലത്തോടും സൗഖ്യത്തോടും ആരോഗ്യത്തോടും ദൈവത്തെ ആയുസിന്റെ മറ്റേ തൂക്കളെ പ്രാർത്ഥിക്കുന്നു. ബലത്തിന്റെ ബലം പ്രാപിക്കട്ടെ, ശക്തി പ്രാപിക്കട്ടെ, മുൻപോട്ട് പോകട്ടെ. ആത്മാക്കളുടെ ഉടയവനായ കർത്തൃ കാഴ്ചവെപ്പാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ യുവതിവാക്കന്മാരെ ഏൽപ്പിക്കുന്നു. കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നു. ഒറ്റയ്ക്കുന്ന അനർത്ഥ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എത്ര വീഴ്ച തുറന്നു പോകുമ്പോൾ എത്ര യവനക്കാര് ആരോഗ്യം തങ്ങളുടെ മാതാപിതാക്കൾക്ക് നഷ്ടമാകുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളാരും നഷ്ടപ്പെട്ടു പോകാതെ അപകടങ്ങളാലും അനർത്ഥങ്ങളാലും കഴിഞ്ഞു പോകാതെ കർത്താവേ ഞങ്ങളുടെ ആയുസിനെ ദീർഘമാക്കുകയും മതത്തിൽ നീക്കുകയോ കൽപ്പിക്കുകയും ഞെട്ടിക്കുന്ന സംഭവങ്ങൾ വിടുവിക്കുകയും ചെയ്ത് വാഹനങ്ങളെ ഞങ്ങളുടെ കണ്ടവരുടെ കുറിപ്പെടുവേ യേശുവിന്റെ പരിപാലിക്കുകയും ചെയ്ത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ പുത്രനെ മഹത്വപ്പെടുത്തിക്കാണ്ട് കടന്നു വരുവാൻ ജനത്തെ കൂട്ടിവരുത്താൻ വരുത്തിക്കാണ്ട് ശുശ്രൂഷകളെ മാനിച്ചാൽ കഴിയതേ കുടുംബമായ കുഞ്ഞുങ്ങളെയും ദൈവങ്ങളെയും പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവേശുവിന്റെ
വരവിനായി ഞങ്ങളെ ഒരുക്കണം. യേശുദേവ് കാക്കമാറാകാനുമെല്ലാം ഞങ്ങൾക്ക് ആ ജീവിതം നാം ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന പിതാവേ, ഉത്തരമല്ലണമേ. ആമേൻ. പ്രാർത്ഥിക്കാം. വീണ്ടും പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ, ഈ സന്ധ്യാസമയം ഞങ്ങൾ തിരുസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്നു. ഞങ്ങളുടെ കൺവെൻഷന്റെ രണ്ടാമത്തെ രാത്രിയാണല്ലോ. വാഗ്ദത്തപ്രകാരം തിരുസാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനാൽ സ്തോത്രം. ഈ രാത്രി ഒരു അത്ഭുതത്തിന്റെ രാത്രിയായി മാറ്റണമേ. ജീവിതങ്ങൾക്ക് രൂപാന്തരം സംഭവിക്കുവാൻ തക്കോണം, ജീവിതങ്ങൾ വ്യത്യസ്തപ്പെടുവാൻ തക്കോണം, ഒരാത്മീക പരിവർത്തനം ജീവിതത്തിൽ ഉണ്ടാകുവാൻ തക്കോണം. കർത്താവേ, ഈ രാത്രിയെ ദൈവം അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വ്യാപാര ശക്തി ഞങ്ങൾക്ക് അനുഭവിപ്പാൻ, അതിൽ കൂടെ കർത്താവെ ജീവിതത്തിൽ രൂപാന്തരം വരുവാൻ തക്കോണം. ഞങ്ങൾ വെറും ജാതികളെ പോലെ ജൽപ്പനം ചെയ്യുന്നവരായി തീരാതെ ജീവിതത്തിൽ രൂപാന്തരം പ്രാപിക്കപ്പെട്ടവരായി ഈ രാത്രി മാറുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വ്യാപാര ശക്തി ഇന്നിവിടെ വ്യാപരിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വാഗ്ദത്തപ്രകാരം അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനാൽ സ്തോത്രം. ആ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുന്നതായി തീരുവാൻ, ബലഹീനർക്ക് വിടുതൽ ലഭിക്കുന്നവരായി തീരുവാൻ, രോഗികൾ സൗഖ്യമാകപ്പെടുന്നതായി തീരുവാൻ, പാപികൾ മാനസാന്തരപ്പെടുന്നതായി തീരുവാൻ ഈ രാത്രിയിലെ ശുശ്രൂഷ പോലെ തിരുമനി അനുഗ്രഹിക്കണമേ. നിന്റെ ദാസനെ ശുശ്രൂഷയ്ക്കായി തിരുമനി അധികാരപ്പെടുത്തണമേ. മറ്റുള്ള എല്ലാ കാര്യങ്ങളും തിരുമനിയുടെ കരങ്ങളിൽ തരുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുന്ന സ്തോത്രം. യേശുവിന്റെ പൊന്നുനാമത്തിൽ അപേക്ഷിക്കുന്ന കേൾക്കുമാറാണ്. പാട്ട് പാടുകയും ആ സമയത്ത് നമുക്ക് സ്തോത്ര വഴിപാട് മുമ്പോട്ട് കടന്നു വന്ന് എടുക്കപ്പെട്ട സ്തോത്ര വഴിപാടും തുടർന്ന് നടക്കുന്നതായിട്ടുള്ള വചന ശുശ്രൂഷ ഓർത്ത് പ്രാർത്ഥിക്കാൻ ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷകനും കർത്താവുമായ യേശുവിന്റെ നാമത്തിൽ നിന്റെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ അടുത്തു വന്നിരിക്കുന്നല്ലോ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനായി ഞങ്ങൾ നിന്നോട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നീ എത്ര നല്ലവനാണ്, നീ എത്ര വലിയവനാണ് കർത്താവേ. ഇന്ന് ഈ രാത്രിയിലും ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിപ്പാൻ തക്കവണ്ണം നിന്റെ സാന്നിധ്യം മധ്യത്തിലുള്ളത് നന്ദിയോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ സാന്നിധ്യം അനുഗ്രഹമായി അത് സൗഖ്യമായി വെളിപ്പെടുവാൻ ഇടയാകുമാറാണെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം അർപ്പിക്കപ്പെട്ടിരിക്കുന്ന സ്തോത്ര വഴിപാടിനെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരനീട്ടി എല്ലാവരെയും നീ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ കർത്താവേ. നിന്റെ മക്കളെ ഹല്ലേലൂയ സ്വർഗത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളെയും ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കൊടുക്കുവാൻ കഴിയാതെ കർത്താവെ ആരെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ രാത്രിയിൽ ദൈവത്തിന്റെ സാന്നിധ്യമുള്ള ജീവിതത്തിൽ വെളിപ്പെടുത്തി നീ അവരെ അനുഗ്രഹിക്കുമാറാകണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നിന്റെ ദാസനെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന നിന്റെ വചനം ഇന്ന് രാത്രി ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ മതിയായതുകൊണ്ട് നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ. നിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ഞങ്ങളുടെ മധ്യത്തിൽ ഇടപെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവനും ചൈതന്യമുള്ള ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ മധ്യത്തിൽ അത് സൗഖ്യമായി വ്യാപരിക്കുവാനിടയാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ കരങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നീ ഒരുമിച്ച് അനുഗ്രഹിക്കണമേ. നീ കടന്നു വരാനുള്ള ഒരു കുട്ടി ഒരുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് ഹല്ലേലൂയ. ഇന്ന് നിന്റെ സന്നിധിയിൽ നിനക്ക് മഹത്വം കരയേറ്റിക്കൊണ്ട് നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന ഒരു രാത്രിയാക്കി തീർക്കണം നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടല്ലോ, അതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ യാചിക്കുന്നു. കേൾക്കണം സ്വർഗ്ഗീയ നല്ല പിതാവേ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സന്നിധിയിലായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ സഭയുടെ സ്നേഹം അറിയിക്കുന്നു. ഇന്നത്തെ സ്തോത്രം വളരെ കഷ്ടപ്പാടിന് നടുവിൽ ഇന്ന് തൽക്കാലം ശനിയാഴ്ചയാണ്. പല കാര്യങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട് ദൈവജന ശ്രദ്ധിക്കാനായിട്ട് ഈ സഭയോടുള്ള സ്നേഹം പ്രമാണിച്ച് ഞങ്ങളുടെ അറിയിപ്പിൽ പ്രകാരമെല്ലാം കേൾക്കും അറിഞ്ഞു കടന്നു എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹം അറിയിക്കുന്നു. ദാസൻ പാസ്റ്റർ ജേക്കബ് ജോർജിനോട് ശുശ്രൂഷിക്കുന്നു. തൻ്റെ കൂടെ ശുശ്രൂഷിക്കാൻ ഞങ്ങൾക്കൊക്കെ കർത്താവ് ഭാഗ്യമോർന്ന് സ്തുതിക്കുന്നു. ഇന്ന് രാത്രികാലം ശക്തമായ ദൈവിക അരുളപ്പാടുകൾ കേൾക്കുവാൻ ആകാംക്ഷയോടെ വളരെ താല്പര്യത്തോടെ തന്നിരിക്കുന്ന ദൈവമൊക്കെ കാണട്ടെ. ദൈവക്രിസ്തു വളരെ
വളരെ താല്പര്യത്തോടെ ഇന്ന് രാത്രി കാലം നീ സംസാരിക്കുമ്പോൾ ഞാനത് കേൾക്കുവാൻ എന്നെ തന്നെ ദൈവത്തിലേക്ക് സമർപ്പിക്കുന്നുണ്ട്. വളരെ സമർപ്പണത്തോടെ ഇന്ന് രാത്രി കാലം വിളിക്കുകയാണെങ്കിൽ കഴിഞ്ഞ രാത്രിയിൽ നിന്ന് പകലിലും നമ്മളെ അനുഗ്രഹിച്ച ദൈവം അതിനവധിയായിട്ട് നമ്മൾ ഇന്ന് രാത്രി കാലം അനുഗ്രഹിക്കും. ദൈവത്തിന് സ്തോത്രം. ഞാനത് വിശ്വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വകാലം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി കാലം ഹല്ലേലൂയ നമ്മുടെ കർത്താവിന്റെ കൂടെ ഉലാവുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതിനകത്ത് ഒരു കാര്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ പറയണം, കർത്താവേ നീ എന്നെ വിട്ടുപോകരുത്. എനിക്ക് ഇംഗ്ലീഷ് പാട്ട് അറിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. പലപ്പോഴും ഇവിടെ പാടാറുണ്ട്. പാസ് മീ നോട്ട് ജീസസ്. ഹല്ലേലൂയ. ഞാൻ ഇതിലൂടെ വരുമ്പോൾ കർത്താവേ നീ എന്നെ വിട്ടുപോകരുത്. നിന്റെ സാന്നിധ്യത്തിന് വേണ്ടി, നിന്റെ സാമീപ്യത്തിന് വേണ്ടി ഞാൻ എന്നെ തന്നെ നിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്ന ആ ആഗ്രഹത്തോടെ, ആ വാഞ്ചയോടെ ഇന്ന് രാത്രികാലമായിരിക്കുന്ന ദൈവങ്ങളെ അനുഗ്രഹിപ്പാൻ സർവശക്തനായ ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവരെ ശബ്ദം കേൾക്കുവാൻ നമ്മളെ തന്നെ കർത്താവിനെ കേൾപ്പിക്കാം. കഴിഞ്ഞ രാത്രിയിലും വിശേഷം എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ വീക്കെൻഡ് 3 ദിവസം ഏകദേശം 2 ദിവസം ഇവിടെ അടുത്ത് ഇവിടെ അങ്ങനെ 7-8 മീറ്റിങ്ങുകൾ ദാസൻ തുടർച്ചയായിട്ട് ഈ പട്ടണത്തിൽ ഈ പ്രദേശത്ത് ഈ ദിവസങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നു. അതിലെ ഒരു മീറ്റിംഗ് ഒഴികെ ബാക്കി 7 മീറ്റിങ്ങുകൾക്ക് എനിക്ക് കടന്നു പോകാൻ കർത്താവ് ഇടയാക്കി. ദൈവത്തിന് ശബ്ദം കേൾക്കുവാൻ കർത്താവ് ഇടയാക്കി. ദൈവത്തിന് സ്തോത്രം. വളരെ അനുഗ്രഹീതനായ കർത്താവ് ദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം ഞാൻ ഈ പ്രാവശ്യം ഡൽഹിയിൽ ചെന്നപ്പോൾ കർത്താവ് ദാസനെ കുറിച്ച് ഹല്ലേലൂയ യാതൊരു പരിചയമില്ലാത്തൊരു ദൈവസ്ഥാനം എന്നോട് പറഞ്ഞു. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോയിച്ചാൻ ആണ് ഞങ്ങളെ ഈ നിലയിലാക്കിയത്. അങ്ങനെ എത്രയോ പേർക്ക് പറയുവാൻ നമ്മളോട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ 100 കണക്കിന് ആൾക്കാർക്ക് പറയുവാൻ സാധിക്കും. ആ കർത്താവദാസൻ എന്നോട് പറഞ്ഞു, ജോയിച്ചാൻ ഞങ്ങളെ സഹായിച്ചതുകൊണ്ടാണ് ഞങ്ങൾ ഈ നിലയിലായിരിക്കുന്നത്. അങ്ങനെ കർത്താവദാസൻ അനേകർക്ക് പ്രയോജനകരമായി നോർത്ത് ഇന്ത്യയുടെ പ്രദേശത്ത് വളരെ ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 47 വർഷക്കാലം കർത്താവദാസൻ ആ ലെബാൻ പ്രദേശത്ത് അധ്വാനിക്കുന്നു. ഇന്ന് പൽക്കാലം തൻ്റെ ശുശ്രൂഷയിൽ താൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങളെ ദൈവവേദിക്ക് വേണ്ടി നിവർത്തിപ്പാൻ കർത്താവദാസനെ പ്രയോജനപ്പെടുത്തി ഉപയോഗിച്ചു. അതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രികാലം തുടർന്നും കാലയിൽ ദൈവത്തിന് ശ്രദ്ധിപ്പാൻ പോവുകയാണ്. നമ്മൾ പ്രാർത്ഥനയോടെ ദിവസമില്ലായിരിക്കും കർത്താവിൽ ദൈവം സംസാരിക്കണേ എന്ന് നമുക്ക് ദൈവസ്ഥലിൽ തീരുമാനത്തോടിരിക്കാം. അതിനായിട്ട് കർത്താവദാസനെ ഞാൻ ക്ഷണിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ കർത്താവദാസനെ ക്ഷണിക്കാൻ യോഗ്യനല്ല, എന്നാൽ അതിനുള്ള പദവി ഇന്ന് തൽക്കാലം ലഭിച്ചതുകൊണ്ട് കർത്താവദാസനെ തുടർന്നുള്ള ദൈവജന ശുശ്രൂഷയ്ക്ക് വേണ്ടി ക്ഷണിക്കുന്നു. ദൈവമായ കർത്താവ് സഹായിക്കുമാറാകട്ടെ. നിർവചനം മന്ന മനസ്സുകളിലുന്നത ബലത്തോടു ചെന്നിടണം പരാ നിർവചനം നന്ദിയോടാടിയങ്ങൾ നിന്നെ വണങ്ങാനാരു നന്ദിയോടാടിയങ്ങൾ നിന്നെ വണങ്ങാനാരു ചെയ്യണമേ കൃപ ചെയ്യണമേ പൂവിലും മണമേറും പൊന്നിലും ഒളിച്ചിലും തേനിലും മധുരമേ നിൻവചനം പൂവിലും മണമേറും പൊന്നിലും ഒളിച്ചിലും തേനിലും മധുരമേ നിൻവചനം രാവിലും പകലിലും ജീവനായി ഭാവിച്ചുമൽ രാവിലും പകലിലും ജീവനായി ഭാവിച്ചുമൽ ഭാവിയാനുഗ്രഹം ആക്കണമേ ഭാവിയാനുഗ്രഹം ആക്കണമേ വഞ്ചിതമരുളിടും വാനവർക്കധിവാനി വന്നിടുക വരം തന്നിടുക വഞ്ചിതമരുളിടും വാനവർക്കധിവാനി വന്നിടുക വരം തന്നിടുക. Let us praise the Lord Almighty. അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധ്യാസമയം ദൈവദിനമായി ഇവിടെ നിൽക്കുവാൻ സ്വർഗസ്ഥനായ പിതാവ് ഒരവസരം കൂടെ നൽകിയതുകൊണ്ട് ഞാൻ തിരുനാമത്തെ സ്തുതിക്കുന്നു. വന്നുകൂടിയിരിക്കുന്ന എല്ലാ ദൈവജനങ്ങൾക്കും കർത്താവിൻ്റെ വയലിൽ അധ്വാനിക്കുന്നു
ശ്രേഷ്ഠന്മാരായ എല്ലാ ദൈവദാസന്മാർക്കും ഈ ലോക്കൽ സഭ ശുശ്രൂഷകൻ, സഭാ വിശ്വാസികളേവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം പരിചയപ്പെടുത്തിയതുപോലെ ആദരണീയനായ ദൈവദാസൻ പാസ്റ്റർ KC മച്ചൻ അവറുകൾ ഇവിടെ ആയിരിക്കുന്നത് ഞാൻ വളരെ സന്തോഷിക്കുന്നു. ഇന്ത്യയുടെ വടക്കേ ഇന്ത്യ എന്ന് പറയുന്നത് പോലെ കേരളത്തിൻ്റെ വടക്കൻ പ്രദേശങ്ങൾ, മലബാർ പ്രദേശങ്ങളിൽ മഞ്ചേരി സെൻട്രൽ ശുശ്രൂഷകനായി പ്രവർത്തിക്കുന്ന താൻ അവിടെയുള്ള മുസ്ലിങ്ങളുടെ ഇടയിൽ സുവിശേഷ പ്രവർത്തനം ചെയ്തു വരികയും അതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്നു. ആ കർത്തദാസനോർക്കും ദൈവത്തെ സ്തുതിക്കും. ഇന്ന് രാവിലത്തെ യോഗത്തിൽ ഞാൻ പ്രസ്താവിച്ചതുപോലെ വെളിപ്പാട് പുസ്തകത്തിൻ്റെ വ്യാഖ്യാനം അലബാമയിലുള്ള പാസ്റ്റർ ജോൺ K. ജോർജ് എന്ന അനുഗ്രഹീതനായ ദൈവദാസനാൽ വിരചിതമായത് യോഗാനന്തരം. ഇതിൻ്റെ പിൻപിൽ നിങ്ങൾക്ക് വാങ്ങുവാൻ കഴിയും. രാവിലെ ഞാൻ പറഞ്ഞല്ലോ, വെളിപ്പാട് 12-ാമത്തെ ആൺകുട്ടി, അതിലെ സൂര്യനെ അണിഞ്ഞ സ്ത്രീ, പിന്നെ അതുപോലെ ദുർഗ്രഹമായ ഒട്ടേറെ വിഷയങ്ങൾ, 144,000 പേർ. ഇങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കുവാൻ പ്രയാസമുള്ള വെളിപ്പാട് പുസ്തകത്തെ വേദപുസ്തകത്തിൻ്റെ ശരിയായ നിലയിൽ ദൈവാത്മ നിയോഗത്തിൽ കർത്താവ് കൊടുത്ത നിർദ്ദേശപ്രകാരം അനാവരണം ചെയ്ത പുസ്തകം ഒറ്റയിരുപ്പിൽ ഒരു ദിവസമല്ലെങ്കിൽ ചില ദിവസങ്ങൾ കൊണ്ട് തന്നെ ഞാൻ വായിക്കുവാൻ തുടങ്ങി. അത് തീർത്തും വളരെ ഇമ്പകരമാണ്. അത് പ്രവചനങ്ങൾ പഠിക്കുവാൻ, വേദപുസ്തകം വായിച്ച് പഠിക്കുവാൻ, വിശേഷിച്ച് വെളിപ്പാട് പുസ്തകത്തിൻ്റെ ആ വ്യാഖ്യാനങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി തീരും. യോഗാനന്തരം പിന്നിൽ ആ പുസ്തകം വിൽപ്പനയ്ക്ക് ഉണ്ടായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും വേദപുസ്തകം തുറക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ അധ്യായിച്ചു വന്ന യോബിന്റെ പുസ്തകം 5-ാമത്തെ അധ്യായത്തിന്റെ 26-ാം വാക്യം. The book of Job, chapter 5 and verse 26, please. തക്ക സമയത്ത് കറ്റക്കൂമ്പാരം അടുക്കി വെക്കുന്നത് പോലെ നീ പൂർണ്ണ വാർദ്ധക്യത്തിൽ കല്ലറയിൽ കടക്കും. കണ്ണുകളെ വയ്ക്കണം. കരുണയുള്ള കർത്താവേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഇന്ന് രാത്രി അവിടുത്തെ തിരുസാന്നിധ്യം ഞങ്ങളുടെ നടുവിലുള്ളതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും കണ്ണ് നിന്നെ നോക്കി കാത്തിരിക്കും. സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്ന ദൈവം, ഇന്ന് രാത്രി ഞങ്ങൾക്ക് ആവശ്യമുള്ള സ്വർഗീയ ഭോജനം നൽകണം. ആത്മാവിനാൽ ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുവാൻ സഹായിക്കും. തിരുവഴുത്തുകളെ തിരിച്ചറിയുവാൻ ഞങ്ങളുടെ ബുദ്ധി തുറക്കണം. How thine own way, Lord. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. വിശുദ്ധ പുസ്തകത്തിൽ 1-ാമത്തെ പുസ്തകമായി രചിക്കപ്പെട്ടു എന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുന്ന യോബിന്റെ പുസ്തകത്തിൽ അതികഠിനമായ ഗതിയിൽ കൂടെ താൻ കടന്നുപോയപ്പോൾ തൻ്റെ 3 സ്നേഹിതന്മാരെ ആശ്വസിപ്പിക്കുന്നു. അതൊരു സ്നേഹിതൻ യമാന്യനായ എലീഫസിന്റെ വാക്കുകളാണ് ഇവിടെ ഇപ്പോൾ നാം വായിച്ചു കേട്ടത്. യോബിന്റെ സ്നേഹിതന്മാർ പറഞ്ഞ എല്ലാ വാക്കുകളും ദൈവത്തിന് ഹിതകരമായിരുന്നു. എന്തോ അപരാധത്തിൽ അകപ്പെട്ട ഒരു മനുഷ്യനായതുകൊണ്ട് താൻ ഇന്നലെ പ്രവർത്തിച്ചതിന് ഫലമാകാം നീ കൊയ്തു വെക്കുന്നത് എന്നൊക്കെ അവർ പ്രസ്താവിച്ചു. അതുകൊണ്ട് ദൈവത്തിന് അവരോട് കോപം ലഭിച്ചു. എന്നാലും അവർ പറഞ്ഞ എല്ലാ വാക്യങ്ങളും അങ്ങനെ പിന്തള്ളാവുന്നതല്ല. അവർ പറഞ്ഞ വാക്കുകളിൽ ദൈവ വിശ്വാസതയുള്ള വാക്കുകളും ഉണ്ടായിരുന്നു. അത് പ്രത്യക്ഷ തെളിവാണ് 5-ാമത്തെ എലീഫാസിന്റെ വാക്കുകളിൽ. അവൻ ജ്ഞാനികളെ അവരുടെ കൗശലത്തിൽ പിടിക്കുന്നു എന്നൊരു പദമുണ്ട്. പണ്ഡിതാചാര്യനായ പൗലോസ് അപ്പോസ്തലൻ കോരിന്ത്യരിൽ 1-ാം ലേഖനം 3:19 ഈ വാക്യത്തെ ഉദ്ധരിച്ചു പ്രസ്താവിച്ചിരിക്കുന്നു. അങ്ങനെ ഉണ്ടല്ലോ തിരുവഴുത്തിൽ അതിൽ ദൈവവിശ്വാസത്തിലുണ്ടായിരുന്നു. അതേ പുരുഷന്റെ വാക്കുകളിൽ തന്നെ കർത്താവിന് ശിക്ഷ നിരസിക്കരുത്, താൻ ശാസിക്കുമ്പോൾ മുഷിയരുതെന്നുണ്ട്. അതേ വാചകം എബ്രായർ 12:5 പറയും. അപ്പോൾ യോബിന്റെ സ്നേഹിതന്മാർ പറഞ്ഞതെല്ലാം അങ്ങ് തള്ളിക്കളയാവുന്നതല്ല. ചില നല്ല കാര്യങ്ങളും ദൈവ വിശ്വസ്തമായ ചില കാര്യങ്ങളും അഥവാ ദൈവം അപ്രൂവ് ചെയ്ത കാര്യങ്ങളും അവർ പ്രസ്താവിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു വാക്യമാണ് അതേ അധ്യായത്തിൽ ഇന്ന് രാത്രിയിൽ നമ്മുടെ വിചിന്തനത്തിന് വിഷയമായിരിക്കുന്നത്. 5:26 തക്ക സമയത്ത് കറ്റക്കൂമ്പാരം അടി വെക്കുന്നത് പോലെ നീ പൂർണ്ണ വാർദ്ധക്യത്തിൽ കല്ലറയിൽ കടക്കും. എന്താ അത് പറയാൻ കാരണം? വലിയ കഠിനമായ വ്യതയിൽ താൻ മരണം ആഗ്രഹിച്ചു, ജന്മദിവസത്തെ ശപിച്ചു. കഴിഞ്ഞ രാത്രി നാം ചിന്തിച്ചു, ദൈവമേ, വഴി മറഞ്ഞിരിക്കുന്ന പുരുഷൻ, ചുറ്റും വേലിക്കെട്ടിനകത്തിരിക്കുന്ന പുരുഷന് എന്തിനാണ് നീ ജീവനെ കൊടുത്തത്?
My birthday would have been my birthday. Date of birth, എൻ്റെ ഡേറ്റ് ഓഫ് ഡെത്ത് എന്താ നടക്കാഞ്ഞത്? പുറത്തു വരും മുൻപേ ചാവിളയായി ഞാൻ അന്തരംഗത്തിൽ അഴുകിപ്പോകാഞ്ഞത് എന്ത്? മരിക്കാഞ്ഞത് എന്ത്? ഇതിന് മറുപടി അദ്ദേഹം പറയാ, നീ ആഗ്രഹിക്കുമ്പോഴൊന്നുമല്ല മരണം നടക്കുന്നത്. തക്ക സമയത്ത് കറ്റക്കൂമ്പാറും അടുക്കി വെക്കുമ്പോലെ ദൈവം നിയമിച്ച സമയത്ത് നീ കല്ലറയിട്ടത്. ഇതിന്റെ സ്തോത്രം. ഇതൊരു സത്യ പരമാർത്ഥമാണ്. ആ മരണം എന്നത് തക്ക സമയത്താണ് നടക്കേണ്ടത്. നീ പ്രതീക്ഷിക്കുമ്പോഴല്ല എന്ന് ഓർക്കണം. അപ്പോൾ കറ്റക്കൂമ്പാറും അടുക്കി കൊണ്ടുപോകുന്ന പോലെയാണ് ഒരു ഭക്തന്റെ മരണം. ഒരു ചെറിയ വിത്ത് നട്ടു, ആരും കണ്ടില്ല, ഭൂമിക്കുള്ളിലാണ്. അതാണ് ഗർഭസ്ഥ ശിശു, ഗർഭകാലം. അത് കഴിഞ്ഞ് മുളച്ചു, ഇങ്ങനെ തൈ വന്നു, അതാണ് പ്രസവ സമയം. അത് വളർന്നു, സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നു, ഹരഹര പച്ച ഗ്രീൻ കളർ തലയുയർത്തി നിൽക്കുന്നു. അതാണ് യൗവനകാലം. കുറച്ച് കഴിഞ്ഞപ്പോൾ നിറം മങ്ങി, മഞ്ഞ നിറമായി. അതാണ് വാർദ്ധക്യകാലം. ഇവിടെ മഞ്ഞ അല്ല, വെള്ള നിറമാണ് കൽവി, മനസ്സിലായോ? അങ്ങനെ വാർദ്ധക്യകാലം. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒന്ന് താഴും. അതാണ് വടികുത്തി നടക്കേണ്ട, പരാശ്രയത്തിൽ നടക്കേണ്ട കാലം. ടോട്ടലി കിടക്കും. അത്യുന്നതൻ കോയിലെടുത്ത് അണിയറയിലേക്ക് കൊണ്ടുപോകും. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ ശൈശവം, ബാല്യം, കൗമാരം പിന്നിട്ട് വാർദ്ധക്യ ദിശയിൽ നീ തക്ക സമയത്ത് കല്ലറയിൽ കിടക്കും. നീ പ്രതീക്ഷിക്കുമ്പോഴില്ല. അത്യുന്നതനായ ദൈവം everything God does in His right time. How many of you believe that? Praise the Lord. അതിന്റെ ഒന്നാം ഭാഗം മുതൽ നാം ഇനി ക്രമാനുഗതമായി ചിന്തിക്കാൻ പോകുകയാണ്. Ecclesiastes chapter 3 and verse 11, please. സഭാപ്രസംഗി പുസ്തകം 3-ാമത്തെ അധ്യായം 11-ാം വാക്യം വായിക്കൂ. അവൻ സകലവും അതതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്തു. അവൻ അതതിന്റെ സമയം എന്ന് പറഞ്ഞാൽ തക്ക സമയത്ത് he does everything beautiful in his time. Okay, നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വച്ചിരിക്കുന്നു. Eternity is in the heart of man. Everything he did in the right time. നമ്മൾ കാണുന്ന പ്രപഞ്ചത്തെ അഖിലാണ്ടമല്ല പ്രകടാകം, all the universe created by God in his right time. ദൈവത്തിന്റെ സ്തോത്രം. 37-ാം അധ്യായം വരെ ഇത്രയോ സംസാരം, പിശാചിന്റെ വാക്കുകൾ, ഭാര്യയുടെ വാക്കുകൾ, സ്നേഹിതരുടെ വാക്കുകൾ, യോബിന്റെ വാക്കുകൾ സുലഭമായി കേൾക്കുന്നു. 38-ാം അധ്യായത്തിൽ ദൈവം ഇറങ്ങി വന്നു. നേരിക്കൂ, പുരുഷനെ പോലെ നീ ആരാ? നോക്കിക്കൊള്ളൂ. ഞാൻ ചോദിക്കട്ടെ നിന്നോട്, ബോർഡ് എക്സാം നടക്കുകയാണ് കുട്ടികളെ. ബോർഡ് എക്സാം. ക്വസ്റ്റ്യൻ നമ്പർ 1. Where did you go when I laid the foundation of the world? ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ, നിനക്ക് വിവരമുണ്ടോ? വിവരമുണ്ടെങ്കിൽ നീ പ്രസ്താവിക്കൂ. ആകാശത്തെ നക്ഷത്രജാലങ്ങൾ, ഭൂമിയിലെ സസ്യലതാദികൾ ഇവയൊക്കെ നിർമ്മിച്ചപ്പോൾ നീ എവിടെ പോയി? പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ചു ഘോഷിച്ചു ഉല്ലസിച്ചു, ദൈവപുത്രന്മാരെല്ലാവരും സന്തോഷിച്ച് ആർക്കും ചെയ്തപ്പോൾ നീ എവിടെ പോയി? പറയൂ. ഭൂതലത്തിൽ അച്ചുകല്ലി കറക്കുമ്പോൾ നീ എവിടെ പോയി? When the shining sun and the glittering moon and the twinkling stars and the beautiful planets of the solar system were created, tell me, where did you go? അലയടിച്ചുവരുന്ന സമുദ്രത്തിലെ തിരമാലകൾ മുൻപോട്ട് വരുമ്പോൾ ഒറ്റ വരവരച്ച് ബീച്ച് എന്ന് പറഞ്ഞപ്പോൾ തിരികെ പോയി. നീ എവിടെ പോയി? ഇതെല്ലാം കൂടെ കേട്ട് ആകെ വെമ്പൽ കൊണ്ട കുട്ടി എന്റെ ഉത്തരം ഒന്നേ ഉള്ളൂ, ദൈവമേ നിനക്ക് സകലത് കഴിയുമെന്ന്. നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമാകരുത് ഞാൻ അറിയുന്നു. പ്രതിസന്ധികളുടെ മൂലാമാലകളിൽ ആ വാക്യത്തിൽ കൈവച്ച് നീ പറയൂ, 42:2 നിനക്ക് സകലതും കഴിയുമെന്ന് ഞാൻ അറിയുന്നു. എത്ര വിശ്വാസമുണ്ട്? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അങ്ങനെ സകലതും കഴിയും. Created everything in his time. തക്ക സമയത്ത് ഭംഗിയായി അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കിയ ഒരു ദൈവമാണ് നമ്മൾ അപ്പച്ചാന്ന് വിളിക്കുന്ന നമ്മുടെ ദൈവം. ദൈവത്തിന് സ്തോത്രം ഉണ്ടായിരിക്കും. ആ ക്രിയേഷൻ was at the right time. Next, തക്ക സമയം. Romans chapter 5 and verse 6, please. റോമാലേഖനം 5-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം വായിക്കൂ. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ, നമ്മൾ ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. ഹല്ലേലൂയ. തക്ക സമയത്ത്
Amen. He died for the ungodly when we were yet without sin. He died. ക്രിസ്തു ഏത് സമയത്ത് മരിച്ചു എന്നിരിക്കുന്നത്? തക്ക സമയത്ത്. ദൈവത്തിന് സ്തോത്രം. ലോകം കേട്ടിട്ടുള്ള ഒന്നാമത്തെ സുവിശേഷ പ്രസംഗം കഴിഞ്ഞ ദിവസം ഞാനോട് ഏതോ ഒരു മീറ്റിംഗിൽ ഓർപ്പിച്ചു. ഉൽപ്പത്തി 3:15, Genesis 3:15. The seed of the woman shall bruise the head of the serpent. Preacher, പ്രസംഗങ്ങൾ ദൈവം കേൾവിക്കാർ ആദഭവുമാണ്. പ്രസംഗ വിഷയം സ്ത്രീയുടെ സന്തതിയായവൻ സർപ്പത്തിന്റെ തല തകർക്കും. ആ പ്രാവചനിക പ്രസംഗത്തിന് നിവൃത്തിയാണ് പ്രൊഫറ്റിക്കൽ സെർമൺ ഫുൾഫിൽഡ് ഇൻ Colossians 2:15. കൊലോസ് ലേഖനം 2-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. ആമേൻ. വാഴ്ചകളെയും അധികാരങ്ങളെയും ക്രിസ്തു ആയുധവർഗം വെപ്പിച്ചു. ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം ഉണ്ടായി. സകല പ്രസ്ഥാനങ്ങളുടെയും നേതാക്കന്മാരുടെ മരണം തൽപ്രസ്ഥാനങ്ങൾക്ക് തീരെ നഷ്ടമാണ്. ഗുരുനാനാക്കിന്റെ മരണം സിഖ് മതത്തിന് നഷ്ടം, ജൈനന്റെ മരണം ജൈനമതത്തിന് നഷ്ടം, ബുദ്ധന്റെ മരണം ബുദ്ധമതത്തിന് നഷ്ടം. സകല പ്രസ്ഥാനങ്ങളെ സ്ഥാപകന്മാർ മരിച്ചത് പ്രസ്ഥാനങ്ങൾക്ക് നഷ്ടം. എന്നാൽ നമ്മുടെ നടുവിൽ ഉലാവുന്ന നമ്മുടെ പ്രാണപ്രിയന്റെ മരണം നമുക്ക് ജയോത്സവമാകയാ. തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന് മുന്നിലുള്ളത് കൊണ്ട് ദൈവത്തിനെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ. അലങ്കരികമായ 2 പ്രമാണങ്ങളുടെ നിവൃത്തിയാണ് ക്രൂശ്. 2 laws. Without shedding of blood there is no remission of sin. The one who hangeth on the tree is cursed. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ. നിയമമൊന്ന്, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. മാനവജാതിയിൽ കുടികൊള്ളുന്ന ശാപം മാറണമോ? ശാപമേൽക്കാത്ത ഒരുത്തൻ മരത്തിൽ തൂങ്ങണം. നമ്മുടെ പാപക്കറകൾ കഴുകിക്കളയണമോ? 5 സമുദ്രത്തിലെ വെള്ളം കൊണ്ട് കഴുകിയാലും സൂപ്പർ ഷൈൻ ഡ്രൈ ക്ലീനിങ് ഉപയോഗിച്ചാലും ലോകത്തിലെ സകല ഡിറ്റർജന്റ് ഉപയോഗിച്ചാലും കഴുകപ്പെടാത്ത പാപക്കറകൾ യേശുക്രിസ്തുവിന്റെ പുണ്യാഗ്രഹത്താൽ കഴുകിയതിനാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. What can wash away my sin? Nothing but the blood of Jesus. പാപക്കറ പോകണമോ? പാപമില്ലാത്തവന്റെ രക്തം ചിന്തണം. ശാപക്കറ മാറണമോ? ശാപമില്ലാത്ത ഒരുത്തൻ മരത്തിൽ തൂങ്ങണം. ഇതിന്റെ പ്രാധാന്യത പൈശാചിക ശക്തിക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ടാണ് ക്രൂശമരണത്തെ അവോയ്ഡ് ചെയ്യുവാൻ സാത്താൻ ആദ്യം മുതൽ തന്ത്രങ്ങൾ മെനഞ്ഞെന്നറിയാമോ? മത്തായി 2-ൽ 2 വയസ്സിന് താഴെയുള്ള സകല കുട്ടികളെയും കൊല്ലുവാൻ ഹേരോദാവ് കൽപ്പനയിട്ടത് സ്വയം ചിന്തിച്ചതല്ല. അവന്റെ അന്തരംഗത്തിൽ അധിവസിച്ച പൈശാചിക ശക്തിയുടെ പ്രേരണയായിരുന്നു. ആ കുട്ടിയെ വെട്ടിക്കൊന്ന നമ്മുടെ ശാപം മാറുകയില്ല. അത്ഭുതകരമായ ആ മകൻ സംരക്ഷിക്കപ്പെട്ടു. പലരും എറിയാൻ കല്ലെടുത്തു, എടുത്തതേ മിച്ചം. ഒറ്റ കല്ല് യേശുവിന്റെ ദേഹത്ത് കൊണ്ടില്ല. കാരണം ചതഞ്ഞു മരിക്കാനല്ല, തൂങ്ങി മരിക്കാനാണ് യേശു വന്നത്. ഗലീല കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ അലയടിച്ചു വരുന്ന തിരമാലകൾ തള്ളി പടകിൽ കയറി യേശു ഒഴുകുകയായിരുന്നു. യേശുവിനെ ഉണർത്തി കർത്താവ് പറയുന്നു, കാറ്റ് അടങ്ങു, കടലെ ശാന്തമാകൂ. ദൈവത്തിന് സ്തോത്രം. വള്ളം മുങ്ങി വെള്ളം കുടിച്ചു മരിക്കാനല്ല പിതാവിനെ അയച്ചത്. രക്തം ചിന്തി ക്രൂശിൽ തൂങ്ങിയ മരിക്കൂ. നസറേത്ത് പള്ളിയിലെ പ്രസംഗത്തിന്റെ പ്രാരംഭത്തിൽ ശ്രോതാക്കൾ എല്ലാവരും എഴുന്നേറ്റ് മുക്തകണ്ഠം പ്രശംസിച്ചു. അവന്റെ വായിൽ നിന്ന് വരുന്ന ലാവണ്യ വാക്കിൽ നിമിത്തം ആശ്ചര്യപ്പെട്ടു എന്നാൽ പ്രസംഗം പറഞ്ഞു കഴിഞ്ഞവരെ ഹിറ്റിലെയും തോന്നിയപ്പോൾ കുപിതരായ ശ്രോതാക്കൾ എഴുന്നേറ്റ് അവനെ പട്ടണം പണ്ടിരുന്ന മലയുടെ മുകളിൽ കൊണ്ടുപോയി ഉച്ചയിരിക്കാമ്പാട് തള്ളിയിടുവാൻ ഭാവിച്ചത് മിച്ചം. പക്ഷേ ഒറ്റ രോമത്തിൽ തൊട്ടില്ല. കാരണം ഹെഡ് ഇഞ്ചുറിയിൽ മരിക്കാനല്ല, കാൽവരി ക്രൂശിൽ മരിക്കാനാണ് യേശു വന്നത്. ഹേരോദ രാജാവ് അവനെ കൊല്ലുവാൻ ശ്രമിക്കുന്നതായി 3 ദിവസം മുമ്പേ അറിവ് കിട്ടി. യേശു പറഞ്ഞു, ആ വൈൽഡ് ബീസ്റ്റിനോട് ജംഗലി ജാൻവസേ ഓരോ തീൻ ഓർമ്മിച്ച് കാക്കറനാഹേ, ആ കുറുക്കനോട് പോയി പറ 3 ദിവസം കൂടി എനിക്കുണ്ട്. ആ സമയം വന്നു. അറിയാമോ, ഹേരോദാവിന്റെ തന്ത്രം പാളി. മറ്റൊട്ടേറെ ആളുകളുടെ നസറേത്ത് പള്ളിക്കാട് തന്ത്രം പാളി. അന്ധകാര ശക്തിയുടെ കൊടുങ്കാറ്റിന്റെ തന്ത്രം പാളി. എതിരാളികളുടെ കല്ലെറിയാനുള്ള തന്ത്രം പാളി. എന്നാൽ യോഹന്നാൻ 17-ന്റെ ആദ്യത്തെ വാക്കിൽ പറയുന്നു, 1ഉം 2ഉം, പിതാവേ നാഴിക വന്നിരിക്കുന്നു. ആമേൻ. The due time has come. നാഴിക വന്നിരിക്കുന്നു. നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് നീ അവനെ മഹത്വപ്പെടുത്തണമേ.
ഈ കാര്യം മനസ്സിൽ സംഗ്രഹിച്ചുകൊണ്ടാണ് പെന്തക്കോസ്ത് നാളിൽ ഓടിക്കൂടിയ ബഹുപുരുഷാരത്തോട് അപ്പോസ്തലനായ പത്രോസ് പ്രസംഗിച്ച പ്രസംഗം അപ്പോസ്തല പ്രവൃത്തികൾ 2 നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. അവിടെ എഴുതിയിട്ടുണ്ട്, സ്വർഗസ്ഥനായ ദൈവം തന്റെ സ്ഥിര നിർണയത്താലും മുന്നറിവിനാലും അവനെ ഏൽപ്പിച്ചത് കൊണ്ടാണ് നിങ്ങൾ അതിനെ കുറിച്ച് വന്നത്. സ്ഥിര നിർണയത്താലും മുന്നറിവിനാലും അത്യുന്നതൻ നിശ്ചയിച്ച തക്ക സമയത്ത് അവൻ മരിച്ചതിനാൽ നമുക്ക് നിത്യജീവൻ കിട്ടി. ദൈവത്തിന് സ്തോത്രം. സഭാപ്രസംഗി 3:11 നമ്മൾ ഇങ്ങനെയും വായിച്ചു, തക്ക സമയത്ത് ഭംഗിയായി ചെയ്തത് മാത്രമല്ല, അവൻ നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വെച്ച് ഇറ്റേണിറ്റി ഈസ് ഇൻ യുവർ ഹാർട്ട്. എന്തോ അതിന്റെ അർത്ഥം? നിത്യ സ്വർഗം നിത്യ നരകം ആരംഭിക്കുന്ന എവിടെയാണെന്ന് പലർക്കും അറിഞ്ഞുകൂടാ. മക്കളെ, അത് സെമിത്തേരിയിലല്ല, കാസ്കറ്റിലല്ല, കോഫിനിലല്ല, മൂക്കി പഞ്ഞു കയറുമ്പോഴല്ല, അത് മോർച്ചറിയിലല്ല, അത് ആരംഭിക്കുന്നത് നിന്റെ ഹൃദയത്തിലാണ്. Eternal life, eternal hellfire, eternal heaven. Man, it starts not in the mortuary, not in the graveyard, not in the funeral home, not in the death side, but it starts right in your heart. Heart ഏതാ? 2 ദിവസം ഞാൻ പറഞ്ഞതുപോലെ കാർഡിയോളജിയിലെ ഹാർട്ട് അല്ല, തിയോളജിയിലെ ഹാർട്ട്. Praise the Lord. മുഷ്ടിയുടെ വലിപ്പമുള്ള ഒരു അവയവമാണ് കാർഡിയോളജിയിലെ ഹാർട്ട്. ഹാർട്ട് ഫെയിലിയർ, ഹാർട്ട് അറ്റാക്ക്, ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ, ഹാർട്ട് സർജറി, ഓപ്പൺ ഹാർട്ട് സർജറി, ഇവയെല്ലാം ഒരു അവയവം ഓർഗൻ ഓഫ് ദ ബോഡിയാണ്. പക്ഷെ ഇതല്ല ഇവിടുത്തെ ഹൃദയം. ഇച്ഛ, വികാരം, ബുദ്ധി, തീരുമാന ശക്തി, സ്വഭാവ രൂപവൽക്കരണം, ഇതിന്റെ ആസ്ഥാനമായ ഒരു അദൃശ്യ ഹൃദയം നിനക്കുണ്ട്. Your heart of the Bible is not an organ of the body, but it is the center place of your thoughts, emotions, imaginations, willpower, desires and decisions. നിന്റെ സ്വഭാവ രൂപവൽക്കരണത്തിൽ ആസ്ഥാനമായ ഹൃദയത്തിലാണ് സ്വർഗവും നരകവും ആരംഭിക്കുന്നത്. 3 times the X-ray was taken. ആ ഹാർട്ടിന്റെ എക്സ്റേ ബൈബിളിൽ 3 വട്ടം എടുത്തിട്ടുള്ളൂ. Number 1, Genesis 6:5. God saw every imagination of the heart is continually evil. ആമേൻ. മനുഷ്യൻ പാപത്തിൽ വീണ ശേഷം 1656 കൊല്ലം കഴിഞ്ഞ് ഡോക്ടർ മോസസ് എക്സ്റേ ക്ലിനിക്കിൽ എടുത്തു. Genesis 6:5. Every imagination of the heart is continually evil. 1000 years later, Dr. Jeremiah's X-ray clinic found in 17th chapter of Jeremiah, verse 9. 1000 കൊല്ലം കഴിഞ്ഞു. Jeremiah പറയുന്നു, is deceitful, it is desperately wicked above all things. എല്ലാറ്റിലും കപടവും വിഷവും നിറഞ്ഞത്. അത് ആരാഞ്ഞറിയുന്നവൻ ആരെങ്കിലും ഉണ്ടോ? ആരാഞ്ഞറിയും? നിന്റെ അടുത്തിരിക്കുന്ന ആളുടെ ഹൃദയത്തിൽ കൂടെ പോകുന്നെന്ന് പറയാം. ഞാനൊരു സമ്മാനം തരാം. അറിയാത്തത് കൊണ്ട് നേരെ ഇരിക്കുന്നു. ദൈവ മക്കളെ, അന്നേരം അത് മനസ്സിന്റെ മുഖത്ത് പ്രതിഫലിച്ചെങ്കിൽ മുസ്ലിം സ്ത്രീകളെ പോലെ മുഖത്ത് മൂടുപടം ഇട്ടുകൊണ്ട് നടക്കേണ്ടി വന്നതിന് എനിക്ക് എല്ലാവരെയും കാണണം, ആരും എന്നെ കാണരുത്. 2 സുഷിരനെ കൊണ്ട് മനസ്സിലായാലും അത് കാണാത്തത് നമ്മൾ ആരും അത് ആരാഞ്ഞറിയുന്നില്ല. തടിച്ചു കൊടുത്തൊരു ചെറുപ്പക്കാരൻ വന്നപ്പോൾ ഒരമ്മച്ചി പറയൂ, ഇവൻ ഏത് വേഷങ്ങളെന്നാണ് അരിമോണിക്കുന്നത്, മോട്ട തകിടാൻ ദൗത്യമാണ്. പക്ഷെ അടുത്ത് വന്നപ്പോഴാണ് അറിഞ്ഞത് സ്വന്തം മോനാണ്. വീട്ടിൽ വരുവാ എന്ന് ഓടിച്ച് നമ്മച്ച് കെട്ടിപ്പിടിച്ച് പറഞ്ഞു, മോനെ നീ എന്താടാ ഇത്ര ക്ഷീണിച്ച് 5 മിനിറ്റ് മുമ്പേ ആരാണ്ടയുടെ മോനാന്ന് വിചാരിച്ചു. അമ്മച്ചി പറഞ്ഞ കമന്റ് ഏത് വേഷങ്ങളെന്നാണ് അരിമോണിക്കുന്നത്, അടുത്ത് സ്വന്തം മോനാണ്. അതിപ്പോൾ എന്താണ് ഇത്ര ക്ഷീണിച്ചു പോയി. ഇതാണ് ഹൃദയം. 1 കൊരിന്ത്യർ 4:5 ഒരു പ്രസ്താവനയുണ്ട്. ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നവൻ വെളിച്ചത്താക്കും, ഹൃദയത്തിലെ ആലോചനകൾ വെളിപ്പെടുത്തും. അന്ന് ഒട്ടേറെ പേർക്ക് പുകഴ്ചയുണ്ടാകും. വിശ്വസിക്കുന്നവർ എക്സ്റേ റിപ്പോർട്ട് നമ്പർ 1, every imagination of the heart is continually evil. X-ray report number 2, Dr. Jeremiah's X-ray clinic, it is deceitful, desperately wicked above all things. And the last of the final X-ray taken by Jesus Christ and revealed in Mark's Gospel chapter 7 beginning from 20 to 23. ഒടുവിലത്തെ എക്സ്റേ എടുത്തത് മർക്കോസിന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായം 20 മുതൽ 23 വരെ എക്സ്റേ എടുത്തത് സ്വർഗത്തിലാണ്. സ്ക്രീൻ കൊണ്ടുവന്ന് കർത്താവ് യേശുക്രിസ്തു കാണിച്ചപ്പോൾ 13 ബ്ലാക്ക് മാർക്ക്, ഡാർക്ക് സ്പോട്ട് അവൈലബിൾ, റിംഗിൾസ് ആൻഡ് സ്പോട്ട്. മനസ്സിലാവും? അകത്ത് നിന്ന് മനുഷ്യരുടെ ഹൃദയത്തിൽ തന്നെ ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, ദൂഷണം തുടങ്ങി 13 ഇരുണ്ട പാടുകൾ കറുത്ത രേഖകളുടെ ഹൃദയത്തിൽ നിന്നാണ്. അൺഓതറൈസ്ഡ് ആയിട്ട് എൻ്റർ ചെയ്ത 13 ഇല്ലീഗൽ ടെനൻസ്
മനുഷ്യ അതേ ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, ദൂഷണം, മോഷണം ഇവയെല്ലാം എങ്ങനെ ശുദ്ധമാക്കാൻ കഴിയും? ലോകത്തിൽ ഒരലക്കുകാരനും അലക്ക് വെളുപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ദാവീദ് പ്രാർത്ഥിച്ചു, Psalm 51:10 അറിയാമോ? ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. ഒരു പുതിയ സൃഷ്ടി നടത്തണം. ഹാർട്ട് ക്ലീൻ ആയെങ്കിലേ ജീവിതം ക്ലീൻ ആകും. കാറിന്റെ കേടായാൽ കാർ കുളിപ്പിച്ചതുകൊണ്ട് കാർ ഓടത്തില്ല, പെയിന്റ് അടിച്ചതുകൊണ്ട് ഓടത്തില്ല. അതിന്റെ എഞ്ചിൻ തുറന്ന് നന്നാക്കണം. ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം നിർത്താത്ത ഛർദിൽ, ആ ഛർദിന് സ്റ്റോപ്പ് ചെയ്യാൻ ഗ്ലൂ വെച്ച് ഒട്ടിച്ചാലൊന്നും ശരിയാകത്തില്ല. അറിയാമോ? നമ്മൾ എന്തിനാ യൂറിൻ ടെസ്റ്റും ടെസ്റ്റും ഒക്കെ ചെയ്യുന്നത്? ഒട്ടിച്ചാൽ പോലെ മക്കളെ, ഇതിനെ കൊണ്ട് വരുന്നതേ ഉള്ളൂ. ഉള്ളിലാണ് കേടെങ്കിൽ ഇന്ന് രാത്രിയിൽ നിന്റെ അകത്തൊരു പുതിയ ഹൃദയം ഉണ്ടാകട്ടെ. സൗരയൂഹങ്ങളെ സൃഷ്ടിച്ച സർവേശ്വര, വാനഭൂമി സൂര്യചന്ദ്ര നക്ഷത്രജാലങ്ങളും വൃക്ഷസസ്യലതാദികളും പർവ്വജാതി ഇളജാതി കാട്ടുമൃഗം നാട്ടുമൃഗം ദൃശ്യലോകത്തിലുള്ള മനുഷ്യലോകത്തിലുള്ള സകലത്തും സർവേശ്വര വരൂ വരൂ മടങ്ങി വരൂ. എൻ്റെ അകത്തൊരു പുതിയ ഹൃദയം സൃഷ്ടിക്കും. ഇന്ന് പ്രാർത്ഥിച്ചാൽ ഇന്ന് രാത്രി ഒരു പുതിയ ഹൃദയം. അതൊരു ഓപ്പൺ സർജറിയില്ല. ആരെയാ അത് വിളിച്ചത്? എല്ലാവരും പാപം ചെയ്തവരാണ്. ഒരു മതനേതാവിനും ഭരണകർത്താവിനും അവനെ സർജറിക്ക് സ്വർഗത്തിലെ അപ്പച്ചനെ ഏൽപ്പിച്ചത് തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിനെ തങ്കപ്രാവിനെ. ഇന്ന് രാത്രി തങ്കപ്രാവിന്റെ ചിറകിൽ കേൾക്കുന്നെങ്കിൽ നമ്മുടെ ഇന്നത്തെ സ്തോത്രം ചെയ്യാം. എല്ലാ ഹോസ്പിറ്റലിലും അനസ്തേഷ്യ കൊടുത്ത് ബോധം കെടുത്തിയിട്ട് ഓപ്പറേഷൻ നടത്തും. എന്നാൽ ദൈവത്തിന്റെ ആശുപത്രിയിൽ ബോധം കെടുത്തിയിട്ടല്ല, ബോധം വരുത്തിയിട്ട് കൊടുക്കണം. യോഹന്നാന്റെ സുവിശേഷത്തിൽ 16-ാം അധ്യായം 7-8 വാക്യങ്ങളിൽ ഞാൻ നിങ്ങളോട് സത്യം പറയും, ആ കാര്യസ്ഥൻ വന്ന് പാപബോധം, നീതിബോധം, ന്യായവിധിബോധം, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം കെടുത്താനല്ല, ബോധം വരുത്താനാണ്. ദൈവത്തിന് സ്തോത്രം കൊടുത്തു. ഹാർട്ടിന്റെ പഴയ വഞ്ചനയുള്ള ഹൃദയം, മാലിന്യമുള്ള ഹൃദയം, 13 ഇരുണ്ട പാടുകൾ, കറുത്ത രേഖയുള്ള ഹൃദയം വെളിയിലേക്ക് എടുത്താൽ അത് ശുദ്ധീകരിപ്പാൻ ഒരലക്കുകാരനും കഴിയുകയില്ല, ഒരു ഡിറ്റർജന്റിനും സോപ്പിനും കഴിയുകയില്ല, സൂപ്പർ ഷൈൻ ഡ്രൈ ക്ലീനിങ് സോപ്പ് കൊണ്ട് സാധിക്കുകയില്ല. എന്നാൽ അവിടെ ഒരു വിലപ്പെട്ട ദ്രാവകമുണ്ട്, അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ പ്രത്യേകത എന്ത്? പാപമില്ല. 2 കൊരിന്ത്യർ 5:21 he knew no sin. 1 പത്രോസ് 2:22 he did no sin. 1 യോഹന്നാൻ 3:6 in him there is no sin. അനാദികാലം മുതൽ ബേത്ലഹേം വരെ പാപം അറിയാത്തവൻ, ബേത്ലഹേം മുതൽ കാൽവരി വരെ പാപം ചെയ്യാത്തവൻ, പുനരുത്ഥാനം മുതൽ ഇനി പുനരാഗമനം വരെ പാപം ഇല്ലാത്തവൻ, അവൻ ആരാധന കൊതിയനല്ല, ആരാധനയ്ക്ക് യോഗ്യനാണ്. Our Lord is not greedy for worship, he is worthy for worship. Can you believe that? Yes, praise the Lord. തലമുടിയുടെ ചൂടി കൈകാലുകൾ തലക്കപ്പെട്ട എല്ലാപ്പുറം കുത്തിത്തോടുകൂടിയ പുണ്യാഹ രക്തത്തിൽ ഇന്ന് രാത്രി ശക്തിയുടെ സഹോദര യേശുവിന്റെ രക്തത്താൽ കഴികൾ പ്രാപിച്ചവർ മാത്രം കഴിയുന്ന നമുക്ക് ഒരു സ്തോത്രം ചെയ്യാം. എല്ലാട്ടിൽ തീ രക്തത്താൽ നീ ശുദ്ധിയായി ശുദ്ധീകരണം പ്രാപിച്ചില്ലെങ്കിൽ ഇന്ന് രാത്രിയിലും ഓർക്കൂ, പാപബന്ധനത്തിലാണ്. ക്രിസ്തു നിന്നിൽ വസിക്കുന്നുണ്ടോ? നിത്യത സ്വർഗം ആരംഭിച്ചു കഴിഞ്ഞു. ക്രിസ്തു നിന്നിലില്ലേ? നരകയാത്ര ആരംഭിച്ചു കഴിഞ്ഞു. ഇതാണ് സഭാപ്രസംഗം 3:11 വായിച്ചത്. Created everything in right time, but in due time and eternity is in your heart. നിത്യ സ്വർഗത്തിലേക്കുള്ള യാത്രയും നിത്യ നരകത്തിലേക്കുള്ള യാത്രയും മോർച്ചറിയിലും ഗ്രേവിയാർഡിലും ഫ്യൂണറൽ ഹോമിലും അല്ല, ഹൃദയത്തിൽ ആരംഭിച്ചിരിക്കാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും.
ദിവസങ്ങൾ കഴിയുമ്പോൾ ഒരു പാടും, ഇന്നലേക്കാൾ ഇന്ന് ഞാൻ പ്രിയ നാടിനോട് ഏറ്റവും അടുത്തായതെനിക്ക് എത്ര ആനന്ദം. Praise the Lord. ആകയാൽ creation in the right time, crucifixion in the right time, and redemption of man in the right time. ദൈവത്തിന് സ്തോത്രം. Psalms 104 and verse 27 please. 104ാമത്തെ സങ്കീർത്തനത്തിന്റെ 27ാമത്തെ വാക്യം വായിക്കൂ. 104 verse 27. തക്ക സമയത്ത് തീ കിട്ടേണ്ടതിന് ഇവയൊക്കെയും നിന്നെ കാത്തിരിക്കുന്നു. തക്ക സമയത്ത് തീ കിട്ടേണ്ടതിന് സകല ജീവജാലങ്ങളും നമ്മുടെ ദൈവത്തെ കാത്തിരിക്കും. ദൈവത്തിന് സ്തോത്രം. അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുന്നെങ്കിൽ ക്രിയേഷൻ റൈറ്റ് ടൈമാണ്, റിഡംഷൻ റൈറ്റ് ടൈമാണെങ്കിൽ നിനക്കുള്ള പ്രൊവിഷണൽ റൈറ്റ് ടൈമിൽ കിട്ടും. ദൈവത്തിന് സ്തോത്രം. ജോലിയില്ലാതെ, പണമില്ലാതെ, ലോൺ അടയ്ക്കാൻ നിവൃത്തിയില്ലാതെ ഭാരപ്പെടുന്ന സഹോദര സഹോദരി സൃഷ്ടിച്ചു വിടുക മാത്രമല്ല, തക്ക സമയത്ത് ആഹാരത്തിന് വഴി തുറക്കുന്നവൻ നമ്മുടെ ദൈവമാണെന്ന് നീ ഒന്ന് വിശ്വസിക്കുക. റൈറ്റ് ടൈം, തക്ക സമയത്ത് തീ കിട്ടും. അതിന് ഉദാഹരണമാണ് ജോബ് 38th chapter verse 41 please. യോബിന്റെ പുസ്തകം തന്നെ തുറക്കൂ. ഈ അസ്ട്രോളജിക്കൽ, ബയോളജിക്കൽ, സുവോളജിക്കൽ, ജിയോളജിക്കൽ, ആർക്കിയോളജിക്കൽ ക്വസ്റ്റ്യൻസ് കഠിന സവാൽ. ഇതിന്റെ ഏറ്റവും ഒടുവിൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ സബ്സേ സരള സവാൽ, ദ മോസ്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻ, വളരെ സിമ്പിളാണ്. 38ാം അധ്യായത്തിന്റെ 41ാം വാക്യം വായിക്കൂ. കാക്കക്കുഞ്ഞുങ്ങൾ ഇടവിട്ടാതെ ഉഴന്ന് ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അതിന് തീ എത്തിച്ചു ഹല്ലേലൂയ. അധികമാരും ശ്രദ്ധിക്കാത്തൊരു ജീവി അതിനെ ആരും ശ്രദ്ധിക്കുന്നത് തത്ത കുഞ്ഞെ കുഞ്ഞി, കുഞ്ഞെ കുയിലും, കുഞ്ഞെ മയിലും, കുഞ്ഞെ പ്രാവും കുഞ്ഞു കിടക്കും. മയിലിന്റെ തീരുന്ന് കാണേണ്ടതല്ലേ, അതിലൊന്ന് എടുക്കാനെന്തൊരു കൊതി, പ്രാവ് എന്തൊരു ശുദ്ധിയുള്ളത, നല്ല സന്തോഷം. തത്തയാണ് പറയുന്നത്. വീട്ടിൽ കൊണ്ടുപോയി ചോറ് കൊടുക്കും, തത്തമ്മി ഭാഷ പഠിപ്പിക്കും. ഇല്ല, പാരറ്റ്, പീക്കോക്ക് ഇതിനോടൊക്കെ വലിയ സ്നേഹമാണ്. വഴി കാക്ക കണ്ട ആർക്കും ഇഷ്ടമില്ല. നല്ല വീട് വെക്കുമ്പോൾ തത്തയുടെ ഫോട്ടോ, കുയിലിന്റെ ഫോട്ടോ, മയിലിന്റെ ഫോട്ടോ വെച്ചിട്ടില്ലേ? ആരെങ്കിലും വീട്ടിൽ കാക്കയുടെ ഫോട്ടോ വെക്കുന്നുണ്ടോ? ഇല്ല. കാരണം എന്താ? ഫോട്ടോഗ്രാഫേഴ്സിന് ഇഷ്ടമില്ലെങ്കിലും അതിന് വിശപ്പുണ്ട്. ക്രാ 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 എന്ന് ക്രാരവനാദത്തിൽ നിലനിൽക്കുമ്പോൾ 1000 കോടി വാനഗോളങ്ങൾക്കപ്പുറത്ത് നമ്മുടെ അപ്പച്ചന്റെ കാതുകളിൽ ഈ കാക്കക്കുഞ്ഞിന്റെ കരച്ചിലെത്തുന്നു. മേഘമണ്ഡലം, നക്ഷത്രമണ്ഡലം കടന്ന് സ്വർഗത്തിൽ എത്തുമ്പോൾ മുകിലായി ആരാധന നടക്കുന്നു. 7 നിറങ്ങളും 7 സ്വരങ്ങളും, സപ്തവർണ്ണപ്രഭയും സപ്തസ്വരവും എന്ന് പറഞ്ഞാൽ സൂര്യസമാന പ്രഭയും പെരുവെള്ളത്തിൽ എരിച്ചുകളുടെ ശബ്ദവും കൊണ്ട് 6 ചിറകുള്ള സാറാവുകൾ ഹോളി ഹോളി ഹോളി, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവഭൂമിയിൽ തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാൻ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് സപ്തവർണ്ണപ്രഭയോടും സപ്തസ്വരത്തോടും ഇമ്പഗാനങ്ങൾ ആലപിച്ച് പാടുന്ന സാറാഫുകളുടെ സ്തുതികീർത്തനങ്ങൾക്കിടയിൽ കൂടെ ഒരു കാക്കക്കുഞ്ഞിന്റെ ശബ്ദം പിടിച്ചെടുക്കുന്നവനാണ് നമ്മുടെ പിതാവെന്ന്. ആരോരും അറിയാത്ത ദിനരാത്രങ്ങളിൽ മുഴങ്കാൽ നിൽക്കുന്ന സഹോദര സഹോദരി, നിന്റെ പ്രാർത്ഥന തള്ളിക്കളയില്ല. കാക്കക്കുഞ്ഞുങ്ങൾ പട്ടിണി കൊണ്ട് ചത്തുപോയാൽ ആർക്കാ നഷ്ടം? KSU പോലെ KKU ഉണ്ടാക്കി കാക്കക്കുഞ്ഞു യൂണിയൻ പാർലമെന്റിലോ രാജ്യസഭ ലോകസഭ ഏത് മന്ത്രിപദവിയിലും ഓടിച്ചു കളയും. കാരണം പട്ടിണി കൊണ്ട് ചത്താൽ രാഷ്ട്രത്തിന് നഷ്ടമില്ല, സ്വർഗത്തിന് നഷ്ടമില്ല, അതിന് ആത്മാവില്ല, അതിന് നിത്യജീവനില്ല, അതിന് വാഗ്ദത്തമില്ല. വെറും മുട്ടയിൽ വിരിഞ്ഞ ഒരു കൊച്ചു ജീവിയാ. എങ്കിലും എന്റെ ദൈവം അതിന്റെ കരച്ചിൽ കേൾക്കുമെങ്കിൽ ദൈവ സാദൃശ്യത്തിന്റെ സ്വരൂപത്തിൽ നിർമ്മിക്കപ്പെട്ട സഹോദര സഹോദരി, എന്റെ പ്രാർത്ഥന തള്ളിക്കളകയില്ല. തക്ക സമയത്ത് നിനക്ക് ആഹാരം തരും. ദൈവത്തിന്റെ സ്തോത്രം. എന്തൊരു അതിന്റെ നിറമൊന്നും നോക്ക്. ആർക്കും ഇഷ്ടമില്ലാത്ത കറുപ്പ് നിറമോ. ചില കറുപ്പിന് അഴിവുണ്ട്. ഉദാഹരണം ഡൗ, പ്രാവ്. ഈ കറുപ്പാണെങ്കിൽ ഗ്ലിറ്ററിങ്, ഗ്ലേസിങ്, അട്രാക്ഷൻ ആണ്. പിന്നെ പ്രാവിന്റെ പുറം ഇച്ചിരി കറുത്തതാണെങ്കിലും ആകം വെളുത്തതാണ്.
ശുദ്ധിയുള്ള സ്ഥലത്ത് മാത്രമേ പ്രാവ് ഇരിക്കത്തുള്ളൂ. എന്നാൽ കഴിഞ്ഞ ഒരു ദിവസം ഞാൻ പറഞ്ഞ പോലെ വെളുത്തൊക്കെ എന്തൊരു അട്രാക്ഷൻ വെളുത്തത്. പകുതിക്കണ്ണ് അടച്ചു, പകുതിക്കണ്ണ് തുറന്ന് സമുദ്രത്തെ നദിക്ക് കിനാരെ തീരത്ത് കുളത്തിന്റെ കര ഇരിക്കുമ്പോൾ തലക്കുഞ്ഞും മത്സ്യക്കുഞ്ഞൊക്കെ വിചാരിക്കും ഞങ്ങളുടെ കൊക്കെ പറ്റുന്നത് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. പക്ഷെ ചുണ്ടിനടുത്ത് വരുമ്പോൾ കൊത്തി വിഴുങ്ങുന്ന വെളുത്ത പോക്കിലാകെ കറുത്തതാ. അതാ കപടഭക്തി. മനസ്സിലായി നിങ്ങൾക്ക്? പ്രാവിന്റെ പുറം കറുത്തതാ, പക്ഷെ അകം വെളുത്തതാ. കൊക്കിന്റെ പുറം വെളുത്തതാ, പക്ഷെ അകം കറുത്തതാ. എന്നാൽ കാക്കയുടെ അകവും കറുത്തതാ, പുറവും കറുത്തതാ. എങ്കിലും ഈ അശുദ്ധ ജീവിയുടെയും കരച്ചിൽ കേൾക്കുമെങ്കിൽ നിന്റെ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ ഹൃദയം മുറിഞ്ഞവർക്ക് മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. അതിന്റെ സ്വരം കണ്ണ കഠോരമായ കാരണനാഥം ആർക്കും ഇഷ്ടമല്ല. നാൽക്കാലി മൃഗങ്ങളിൽ കഴുത ശബ്ദം, പക്ഷികളിൽ കാക്ക ശബ്ദം ഇഷ്ടപ്പെടാത്തതുകൊണ്ട് നമ്മുടെ നാട്ടിൽ പണ്ടൊരു കവി പറഞ്ഞു, കാക്കെ എന്ന് ചൊല്ലി കണ്ണശല്യം ഉണ്ടാക്കാതെ വൃക്ഷത്തിന് മുകളിൽ കയറി ദയവ് ചെയ്ത് 5 മിനിറ്റിന് ഒന്നും ഇടാതെ മകൻ നീ ഒരു കോകിലമാകും, നിന്നെ കുയിലാന്ന് വിചാരിച്ചു. കാരണം നിന്റെ ശബ്ദം കേൾക്കാതിരുന്നാൽ നിനക്ക് ബഹുമാനം കിട്ടും. അങ്ങനെ കർണ കഠോരമായ സൗണ്ട് ഈസ് നോട്ട് അറ്റ് ഓൾ അട്രാക്റ്റീവ്. എങ്കിലും സ്വർഗത്തിലെ സാറാഭുകളുടെ സ്തുതികീർത്തനത്തിനിടയിൽ ഈ ക്രാരക ശബ്ദം നമ്മുടെ അപ്പച്ചൻ അരോചകമല്ലെങ്കിൽ എൻ്റെ സഹോദര സഹോദരി, നിന്റെ ഭാഷയുടെ സൗന്ദര്യമല്ല, വ്യാകരണത്തിന്റെ ഭംഗിയല്ല, ശബ്ദത്തിന്റെ വലിപ്പമല്ല, ഉള്ളിന്റെ ഉരുക്കത്തെ നോക്കുന്ന ഒരുവൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആഹാരമല്ലാതെ ഒന്നും അത് ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ കർത്താവിന് മുൻപിൽ ആഹാരം തരണേയല്ല, നമുക്കതല്ലല്ലോ. യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ഓർമ്മയുണ്ടോ? സ്വർഗസ്ഥനായ പിതാവേ, നിന്റെ നാമം, നിന്റെ രാജ്യം, നിന്റെ ഇഷ്ടം, ഇതെല്ലാം കൂടെ കാക്കക്കുഞ്ഞിനെ പഠിപ്പിച്ച 6 അപേക്ഷ കുത്തിയെടുത്തുകളെ തേരാ രാജ്യം ആവേ യാ നൈ ആവേ कोई बात नहीं हमारा रोटी ले നിന്റെ രാജ്യം വന്നില്ലെങ്കിൽ ഞങ്ങളുടെ ഒന്നും സഹായിക്കാനില്ല, ഞങ്ങൾ റൊട്ടി തരണേ. കടക്കാരോട് ക്ഷമ ചോദിക്കാനാണ്. ആരോടൊക്കെ കാക്ക ക്ഷമ ചോദിക്കണം? കൈ കണ്ടതെല്ലാം തട്ടിപ്പറിക്കുന്ന കാക്കയ്ക്ക് ക്ഷമ ചോദിക്കാനേ നേരം കാണും. അതിനൊന്നും നേരമില്ല. അപ്പാ ആവശ്യമുള്ള ആഹാരം തരണമേ, മറ്റൊരപേക്ഷയുമില്ല. എങ്കിലും ദൈവം അതിൻ്റെ കരച്ചിൽ കേൾക്കുന്നെങ്കിൽ ആത്മീയ ആവശ്യങ്ങൾ കോർത്തിണക്കി പ്രാർത്ഥിക്കുന്ന സഹോദര സഹോദരി, നിന്റെ അപേക്ഷയല്ലേ സ്വർഗത്തിലെത്തുന്നത്? കാക്കക്കുഞ്ഞുങ്ങളോട് കരയുവാൻ ദൈവം കൽപ്പിച്ചിട്ടില്ല. ഒരിടത്തും അവൻ വാഗ്ദത്തം കൊടുത്തിട്ടില്ല. അത് അന്നിലേക്ക് ഇൻവൈറ്റഡായിട്ട് കരയുന്നു. പക്ഷെ നിന്നെ ദൈവം വിളിച്ചു വരുത്തിയതാണ്. ഒരു ഉപവാസം നിയമിക്കുകയും എന്നോട് ചോദിച്ചുകൊള്ളുകയും മുട്ടുവീനെന്നാൽ തുറക്കപ്പെടും, ചോദിപ്പീനെന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീനെന്നാൽ കണ്ടെത്തും. അങ്ങനെ ക്ഷണിക്കാത്ത കാക്കക്കുഞ്ഞിന് ആഹാരം ഉണ്ടെങ്കിൽ ക്ഷണിച്ചു വരുത്തി നിനക്കല്ലേ മുമ്പേ ആഹാരം. സ്തോത്രമുണ്ടാകട്ടെ. അപേക്ഷ നടത്തുമ്പോൾ പരപ്രേരക ശക്തി, ഇൻസ്പയറിംഗ് സ്പിരിറ്റ് കാക്കക്കുഞ്ഞിനില്ല. അതിൻ്റെ വിശപ്പ് മാത്രമാണ് അതിൻ്റെ ശക്തി. പക്ഷെ ഞാനും നീയും മുഴങ്കാലും അടക്കുമ്പോൾ ഒരു ഇൻസ്പിറേഷൻ ഉണ്ട്. ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പക്ഷവാദം. ഈ ഹോളി സ്പിരിറ്റ് ഇൻസ്പിറേഷൻ ഉള്ള ദൈവമക്കൾക്കായി ദൈവത്തെ സ്തുതിക്കും. അപേക്ഷ സ്വർഗത്തിലെത്തിയ റെക്കമെൻഡേഷൻ അവിടെ ആളില്ല. ഇതെന്റെ ബന്ധുവാണ്, സ്നേഹിതനാണ്, കൊടുക്കണേ എന്ന് പറയാൻ ആരുമില്ല. ആ കാക്കക്കുഞ്ഞിന് ബന്ധുക്കൾ അവിടെ ഇല്ലെന്ന ഞാനും നീയും കരയുമ്പോൾ പിതാവിന്റെ വലത്ത് ഭാഗത്തിൽ സ്വന്തം പുത്രൻ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. പിതാവേ, എന്റെ ചോരയിൽ ഞാൻ വിലയ്ക്ക് വാങ്ങി എൻ്റെ മകൻ, എൻ്റെ മകളാണ് കരയുന്നു പറയുവാൻ ഒരു മധ്യസ്ഥനോട് വിശ്വസിക്കുന്ന ദൈവം എത്ര പേരുണ്ട് ഇവിടെ? ആമേൻ. ആത്മാവില്ലാത്ത ജീവി, നിത്യ സ്വർഗമില്ലാത്ത ജീവി, നിറമില്ലാത്ത സൗന്ദര്യമില്ലാത്ത ജീവി, സ്വരമാധുര്യമില്ലാത്ത ജീവി, ആഹാരമില്ലാതെ ഒന്നും ചോദിക്കാത്ത ജീവി, സ്തോത്രം, ദൈവം കൽപ്പിക്കാതെ കരയുന്ന ജീവി, പരിശുദ്ധാത്മാവില്ലാത്ത ജീവി, സ്വർഗത്തിൽ മധ്യസ്ഥരില്ലാത്ത ജീവി. ആ കരയുന്ന കാക്കയെ പരിഗണിക്കുന്ന ദൈവം നിന്നെ തള്ളിക്കളയുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യും, സ്തോത്രം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കരയുന്ന കാക്കയ്ക്കും വയലിലെ റോസയ്ക്കും പക്ഷം ഭംഗിയും നൽകും നാവേ. കരയുന്ന കാക്കയ്ക്കും വയലിലെ റോസ
വൃക്ഷവും ഭംഗിയും നാവേ കാട്ടിലെ മൃഗങ്ങൾ ആറ്റിലെ മത്സ്യങ്ങൾ എല്ലാം സർവേശ്വരൻ നോക്കിയിടുന്നു. ഓ കാട്ടിലെ മൃഗങ്ങൾ ആറ്റിലെ മത്സ്യങ്ങൾ എല്ലാം സർവേശ്വരൻ നോക്കിയിടുന്നു. ബാലനായിരുന്നു, വൃദ്ധനായി തീർന്നു, നീതിമാൻ തുണയില്ലാതിരിക്കുന്നത്, അവന്റെ സന്തതി ആഹാരം ഇരക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഹല്ലേലൂയ. Creation in the right time, redemption in the right time, crucifixion in the right time, provision of food in the right time. Shall we go to 1 Peter chapter 5 verse 7 please? പത്രോസിന്റെ ഒന്നാമത്തെ ലേഖനം 5-ാമത്തെ അധ്യായം 7-ാമത്തെ വായിക്കൂ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളുകയും. നോക്കണം, അവൻ നിങ്ങൾക്കായി. അടുത്ത വാക്യം കൂടെ വായിച്ചപ്പോൾ നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. ഫസ്റ്റ് പീറ്റർ chapter 5 verse 6 please. ആറാമത്തെ. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ. Yes. 5 6 പറയുന്നത് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ, ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരുന്നാൽ തക്ക സമയത്ത് ദൈവം നിന്നെ ഉയർത്തും. അതല്ലാതെ ക്യാൻവാസ് ചെയ്തും ഓട്ട് പിടിച്ചും പാനൽ പിശാചുക്കളെ ഉണ്ടാക്കിയും നീ ഉയർത്തി കയറണ്ട. ദരിദ്രനെ കുപ്പയിൽ ഉയർത്തി ധനവാന്മാരോടുകൂടി ഇരുത്തുന്ന ഒരു ദൈവ സ്വർഗത്തിലുണ്ടെങ്കിൽ പ്രൈസ് ദി ലോർഡ്. അധികാര കസേരയ്ക്കുള്ള വില ആത്മാക്കളെ നേടുന്നതിനാണ് വിലയെന്ന് വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യും. അഹങ്കരിച്ചാൽ അവനെ തറപറ്റിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഓർക്കണമേ, ഞാൻ അത്യുന്നതനോട് സമനാകും, മേഘോളങ്ങൾക്ക് മീതെ കയറും, നക്ഷത്രങ്ങളുടെ കൊണ്ട് കൂടി വെക്കുമെന്നൊക്കെ പറഞ്ഞ ആ അരുണോദയപുത്രനായ ശുക്രനെ അധോലോകം വരെ താഴ്ത്തിയ ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. നമുക്കൊരു പേരുണ്ടാക്കാമെന്ന് പറഞ്ഞ് പണി തുടങ്ങിയ നിമ്രോദിന്റെ അഡ്രസ് മാറ്റിയ ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. ഇതൊക്കെയും ഞാൻ എന്റെ ധനമാഹാത്മ്യത്താൽ പണിത മഹതിയാം ബാബിലോൺ അല്ലയോ എന്ന് ചോദിച്ച് വീമ്പടിച്ച നെബൂഖദ്നേസറിനെ 7 കൊല്ലം പുല്ല് തിന്നുന്ന കാളയ്ക്ക് സദൃശനാക്കി മാറ്റിയ ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവത്തിന് മഹത്വം കൊടുക്കാത്ത ഹേരോദ രാജാവിനെ അടിച്ച് താഴെയിട്ട് കൃമിക്കിരയാക്കി കൊന്ന ദൈവമാണ് നമ്മുടെ ദൈവം. വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ? അഹങ്കരിക്കരുത്. ഞാൻ ആരാ നിനക്കറിയാമോ? മുട്ട് ചുരുട്ടി, മീശ ചുരുട്ടി, പല്ലി കടിച്ച്, മസിൽ കാട്ടി ചോദിക്കുന്ന മനുഷ്യ നീ ആരാന്ന് അറിയാം. 103-ാം സങ്കീർത്തനത്തിലുണ്ട് മനുഷ്യന്റെ ആയുസ് എന്തോപോലെ MK ചാക്കോച്ചൻ അപ്പച്ചൻ ഡൽഹിയിൽ പ്രസംഗിക്കുമ്പോൾ പറയും, ഹമാര പ്രൈം മിനിസ്റ്റർക്ക് ബഡാ ഖാസ് തൂ ഏക് ഛോട്ടാ ഖാസ്. നമ്മുടെ പ്രധാനമന്ത്രി ഒരു വലിയ പുല്ല്, ഈ ഒരു കൊച്ചു പുല്ല്. MA പുല്ല്, EA പുല്ല്, PhD പുല്ല്, IAS പുല്ല്, 2 വികാസ്, വികാസ്, നീയും പുല്ല്, ഞാനും പുല്ല്. അത് സത്യമാണെങ്കിൽ ദയവ് ചെയ്ത് ആരെയും പുല്ലെന്ന് വിളിക്കരുത്. നീ ആദ്യത്തെ ഷെയ്പ്പിൽ തിരിച്ചു പോകത്തില്ല. പിന്നെ നീ നിന്നോട് പറയും, എൻ്റെ ആയുസ് പുല്ല് പോലെ മാത്രമേ ഉള്ളൂ. തോട്ടത്തിലെ പൂ പോലെ അവൻ പൂക്കുന്നു എന്നല്ല, വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു. തോട്ടത്തിലെ പുഷ്പമാണെങ്കിൽ സുരക്ഷിതത്വമുണ്ട്, വയലിലെ പൂ പോലെയാണ് നിന്റെ മാനുഷിക ജീവിതം. കാറ്റ് തന്നെ അടിക്കുമ്പോൾ അത് കൊടുങ്കാറ്റ് വേണ്ട, പെരുങ്കാറ്റ് വേണ്ട, ചുഴലിക്കാറ്റ് വേണ്ട, ഈശാനം പോലും കാറ്റ് വേണ്ട. നിസ്സാര കാറ്റിൽ നിന്റെ ശ്വാസം നിൽക്കുന്നു. എൻ്റെ സഹോദര സഹോദരി, ഇരിക്കുന്ന കസേരയിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ ദൈവം കരുണ ചെയ്യണം. തിരിച്ചുപോയി പാർക്കിലോട്ട് ചെന്ന് ആ കാർ തുറന്ന് അതിനകത്ത് കയറി ഇന്ന് രാത്രി വീട്ടിലെത്തണമോ? അത്യുന്നതിന്റെ അനുവാദം കൂടാതെ സാധിക്കില്ലെങ്കിൽ മനുഷ്യ അഹങ്കരിക്കരുതേ, അഹങ്കരിക്കരുതേ, പുകഴരുതേ.
കമ്പനികൾ, ഓഫീസുകൾ, ഫാക്ടറികൾ, ഉദ്യോഗ മണ്ഡലങ്ങളിൽ അഡ്മിഷൻ, പ്രമോഷൻ കിട്ടുന്നത് ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുമ്പോഴാണ്. ഞാൻ സാധാരണ പറയാറുള്ളത് പോലെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, കോൺടാക്ട് സർട്ടിഫിക്കറ്റ്, യോഗ്യതകളുടെ സർട്ടിഫിക്കറ്റ് പരിഗണിച്ച് മാനേജ്മെന്റ് അഡ്മിഷൻ തരും, പ്രമോഷൻ തരും. ഡിസ്ക്വാളിഫിക്കേഷൻ അഥവാ അൺവർത്തിനെസ് ഹാജരാക്കൂ, അഡ്മിഷനും പ്രമോഷനും തരുന്ന ഒരു കമ്പനി ലോകത്തിലുള്ളൂ. അവിടെ ഇന്ന് രാത്രി വന്നത് വിശ്വസിക്കുന്ന നിങ്ങൾ യേശുക്രിസ്തുവിന്റെ പാദവീണ് 4 ഉദാഹരണങ്ങൾ പറയാം. ഒന്ന്, ജോൺ ദ ബാപ്റ്റിസ്റ്റ്. എന്നിലും ബലമേറിയവൻ എന്റെ പിന്നാലെ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ വാറ് കുനിഞ്ഞഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. യേശു പറഞ്ഞതോ കേൾക്കണോ? സ്ത്രീകളിൽ ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവനില്ല. നമ്പർ 2, സെഞ്ചൂറിയൻ, സുബേദാർ, ശതാധിപൻ. കർത്താവേ, നീ എന്റെ പുരക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല. അത് സമ്മതിച്ചപ്പോൾ ബാല്യക്കാരൻ സൗകര്യം. 3, പ്രോഡിഗൽ സൺ. അപ്പാ, സ്വർഗത്തോടും നിന്നോടും ഞാൻ പാപം ചെയ്തിരിക്കുന്നു. ഐ ആം നോട്ട് വർത്തി ടു ബി കോൾഡ് ആസ് യുവർ സൺ. നിന്റെ മകനെന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല. അത് കഴിഞ്ഞപ്പോൾ കാലയെ ചെരുപ്പ്, കയ്യെ മോതിരം, മുഖത്ത് ചുമ്മനം, ആഭൂഷണം ചെയ്യുന്നു, മേത്തരമായ ശ്രദ്ധിക്കൂ. പൗലോസിനെ ഞാൻ ദൈവസഭയെ ഉപദ്രവിച്ചതിനാണ് അപ്പോസ്തലൻ എന്ന പേരിന് യോഗ്യനല്ല. അവൻ അതിശ്രേഷ്ഠ അപ്പോസ്തലനായി തീർന്നു. രാത്രിയിൽ സകല പൊങ്ങച്ചകളും ഡിഗ്രികളും ക്വാളിഫിക്കേഷനും അപ്പുറത്ത് വെച്ച് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ താഴ്ത്താമോ? അവിടെയാണ് ദൈവകൃപ. ശ്രേഷ്ഠനായ അബ്രഹാം പറഞ്ഞു, പൊടിയും വെണ്ണീറുമായ ഞാൻ, പൊടിയും വെണ്ണീറുമായ ഞാൻ എൻ്റെ കർത്താവിനോട് സംസാരിക്കാൻ തുനിഞ്ഞല്ലേ. പൊടിയും വെണ്ണീരും. അതിശ്രേഷ്ഠനായിരുന്ന ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ദാവീദ് ഒരിക്കൽ പറഞ്ഞു, ഇസ്രായേൽ രാജാവ് ആരെയാകുന്നു തേടി പുറപ്പെട്ടത്? ഒരു ചെല്ലിനെ, ഒരു ചത്ത നായയല്ലേ? അറിയാമോ? ഒരു ഡെഡ് ഡോഗ്. ഏറ്റവും നികൃഷ്ടമായ ഒരു ഭാഷയാണ് ഈ മനുഷ്യൻ ദേഷ്യം വരുമ്പോൾ മൃഗങ്ങളുടെ പേര് വിളിക്കാറുണ്ട് അല്ലേ? സൂക്ഷിച്ചൊക്കെ വിളിക്കാവുന്നേ. മനസ്സിലായോ? മൃഗങ്ങളുടെ പേര് വിളിക്കാറുണ്ട്. വേദപുസ്തകത്തിലും അങ്ങനെ പേരൊക്കെ വിളിച്ചിട്ടുണ്ട്. ആ കുറുക്കൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനല്ലേ. ഇങ്ങനൊക്കെ മൃഗങ്ങളുടെ പേര് വിളിക്കും. ആ കുറുക്കൻ എന്ന് വിളിച്ചിട്ടുണ്ട്. ഗർജിക്കുന്ന സിംഹം പോലെ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എന്നാൽ അതിലേറ്റവും താണതാണ് നായ എന്നുള്ളത്. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഒരിക്കൽ ബെൻഹദദ് രാജാവിന്റെ ശിഷ്യൻ ഹസായയിൽ ചെന്ന് വീട്ടിൽ പോയി 2 രാജാക്കന്മാർ 8 വായിച്ചാൽ മതി. അപ്പോൾ ചെന്ന് ഒരു എലീശ എന്തിനാണ് വന്നത്? എന്റെ രാജാവായ ബെൻഹദദിന് സുഖം വരുമെന്ന് അറിയാൻ വന്നതാ. ഓക്കെ, അവന് സുഖം വരും എന്നാൽ അവൻ ചത്തുപോകും എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ സക്സസ്ഫുൾ, പേഷ്യന്റ് ഡൈഡ്. അവന് സുഖം വരും എന്നാൽ അവൻ ചത്തുപോകും, ഓപ്പറേഷൻ സക്സസ് ആ, പേഷ്യന്റ് ഡൈഡ്. എന്നിട്ട് അവൻ പോട്ടെ നിൽക്കണം. അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, ഹേ, നിന്നെ കുറിച്ച് ദൈവം ഒരു ദൂത് തരുന്നു. നീ ഇസ്രായേലിൽ ചെയ്യുന്ന ഭക്ഷണത്വങ്ങളെ ഞാൻ കാണുന്നു. അവിടുത്തെ ചെറുപ്പക്കാരെ നീ വാളുകൊണ്ട് കൊല്ലും, ശിശുക്കളെ നീ കൊല്ലും, ഗർഭിണികളെ പിളർക്കും ഈ ഭക്ഷണത്തിൽ. അപ്പൊ ചോദിച്ചു, ഈ മഹാകാര്യം ചെയ്യുവാൻ നായായിരിക്കുന്ന ഞാൻ എന്തുള്ളൂ? ഞാനൊരു നായ, അത് താണ ഒന്നുമില്ല, ഡോഗ്. ഇനി മറ്റൊരു ഉദാഹരണം എല്ലാവർക്കും പറയാം. 1 ശമൂവേൽ 17 മല്ലനായ ഗോലിയാത്തിന് മുമ്പിൽ കയ്യിൽ കവണയും കല്ലുമായി ദാവീദ് ചെല്ലുമ്പോൾ ഗോലിയാത്ത് പരിഹസിച്ച് പറയുന്ന വാചകം, നീ ആരെയാണ് തേടി വരുന്നത്? നീ കല്ലും കവണയുമായി എൻ്റെ നേരെ വരുവാൻ ഞാനൊരു നായാണ്. അപ്പൊ ഈ നായ എന്നുള്ള പദമുണ്ടല്ലോ, അത് ഏറ്റവും ഡൗണാണ്, ഡൗൺ ഡൗൺ. എന്നാൽ ദാവീദ് 1 ശമൂവേൽ 24 പരിചയപ്പെടുത്തുന്നത് വെറും നായായിട്ടല്ല, ഒരു ചത്ത നായ. സ്തോത്രം സ്തോത്രം. ഡെഡ് ഡോഗ്, ചത്ത നായ. അമേരിക്കയിൽ ഒരു നായ ചത്താൽ വളരെ റെസ്പെക്റ്റൊക്കെ ഉണ്ട്. ചില നായ്ക്കൾക്ക് കല്ലറകളുണ്ട്, അതിൻ്റെ പുറത്ത് കൊണ്ട് പൂ വെക്കുന്ന നായ്ക്കളുണ്ട്. ദൈവത്തിൽ സ്തോത്രമുണ്ട്. പക്ഷേ വെസ്റ്റേൺ കൾച്ചറിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലെല്ലാം ബൈബിൾ എഴുതിയത് ഈസ്റ്റേൺ കൾച്ചറിലാണ്. എന്ന് പറയുന്നത് തന്നെ ഉണ്ടാവും. അത് ചത്ത് കഴിഞ്ഞാൽ
അതിന് മോർച്ചറിയും വേണ്ട, മുക്കിപ്പഞ്ഞയും കേൾക്കണ്ട, ഓപ്പറേഷൻ നടത്തണ്ട, പിന്നെ അതിനു വേണ്ടി ടെലിഗ്രാം വഹിക്കണ്ട, ബന്ധക്കാർ വഹിക്കണ്ട, ഫ്യൂണറൽ ഹോം വേണ്ട, 1 മണിക്കൂറിനകം കുടിച്ചിട്ടും. എന്നാൽ ആ ചത്ത ഡെഡ് ഡോഗ് പോലെ താഴ്ത്തിയ ദാവീദിനെ ദൈവം ഉയർത്തി. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവരുടെ എല്ലാം പേരിന്റെ അറ്റത്ത് നായെന്ന് കൂട്ടി വിളിച്ചത് വിചാരിക്കും. നിങ്ങളുടെ മുഖം എങ്ങനെയിരിക്കുമെന്ന് കാണിക്കും ഇരിക്കണം. ഓക്കെ, നായേ എന്നൊക്കെ. ഇത് രണ്ടാമത് പേര് മാറ്റി ഇപ്പോഴത്തെ പൊസിഷന്റെ അറ്റത്ത് നായെന്ന് വിളിക്കാം. സെക്രട്ടറി നായ, പ്രഷർ നായ, കമ്മിറ്റി നായ, ബോർഡ് നായ, മുപ്പത്തി നായ, സീനിയർ നായ, സീനിയർ സിറ്റിസൺ നായ, അവൻ ജൂനിയർ നായ, ഇങ്ങനെ വിളിച്ച ഡോ എല്ലാവരും മുഖം ഇരിക്കുന്നു. വേണ്ട ഇതുകൊണ്ടിരിക്കണം. ഓക്കെ, സ്തോത്രം പോലെ ഇപ്പോൾ ഒരാൾ പരിചയപ്പെടുത്തുവാണല്ലോ. ധാരാളം നായ്ക്കൾ ആന്റിയോർക്ക് പട്ടണത്തിൽ ഉണ്ടെന്ന നായ, ഡൽഹിയിൽ നിന്ന് വന്നൊരു നായ ഇപ്പോൾ കഴിഞ്ഞു. എല്ലാവരും ജോയി പാസ്റ്ററുടെ മുഖത്തോട് എല്ലാ ജോയി പാസ്റ്ററെയാണ് വിളിക്കുന്നത്. ഞാൻ എഴുന്നേറ്റു, ബ്രദർ അതിൻ്റെ ലാസ്റ്റ് നെയിമാണ് എന്നെയാണ് വിളിക്കുന്നത്. ജോയ് കുഞ്ഞപ്പി എന്ന പാസ്പോർട്ടിലെ പേര്. കുഞ്ഞപ്പി എന്ന് പറഞ്ഞ എനിക്ക് ദേഷ്യം, കുഞ്ഞപ്പി ദേശം വേറെ ഉണ്ട്, അതുകൊണ്ട്. എന്നാൽ ജോയ് കുഞ്ഞപ്പി എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് നായല്ല ഞാൻ. എൻ്റെ ആദ്യത്തെ പദം ഫസ്റ്റ് ലാസ്റ്റ് നെയിമാണ് നായ. ഫസ്റ്റ് നെയിം ഡെഡ്, ഡെഡ് ഡോ, ചത്ത നായ എന്ന് വിളിച്ചുള്ളൂ. ഇത് പറയാൻ ധൈര്യമുണ്ടെങ്കിൽ അവിടെ ആ ദൈവങ്ങളോട് മനസ്സിലായോ? നിങ്ങൾക്ക് ദൈവത്തിന് സ്തോത്രം. എൻ മനസ്സിൽ വന്നു വാഴും നിൻ മഹത്വ പ്രത്യാശയേ, എൻ മനസ്സിൽ വന്നു വാഴൂ നിൻ മഹത്വ പ്രത്യാശയേ. നീ വളർന്നു ഞാൻ കുറഞ്ഞു, നിന്നിൽ മറഞ്ഞു ഞാൻ മാറേണം. നീ വളർന്നു ഞാൻ കുറഞ്ഞു, നിന്നിൽ മറഞ്ഞു ഞാൻ മാറേണം. അൻപു നിറഞ്ഞ പൊന്നേശുവേ, നിൻ പാദസേവ താഴ്ത്തിയതുപോലെ ഒരു പെറ്റ് ഡോഗായി താഴ്ത്തിയ ഒരു സ്ത്രീയെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. മാത്യു ചാപ്റ്റർ 15:27-28 മത്തായി എഴുതിയ സുവിശേഷം 15-ാമത്തെ അധ്യായം 27-28 വാക്കുകൾ വായിച്ച മാത്യു 15:27-28 പ്ലീസ്. അതിന് അവൾ, അതേ കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ഒരു കനാന്യ സ്ത്രീ സ്വയം താഴ്ത്തുക. എന്റെ മകൾക്ക് ഭൂതോപദ്രവം അതികഠിനമായിരിക്കുന്നു, സൗഖ്യമാക്കുന്നു. പുറകെ വരുക. യേശു തമ്പുരാൻ ഒരു ഉത്തരം പറയുന്നില്ല. 21-ാം വാക്യം മുതൽ വായിച്ചാൽ ഇത് അങ്ങനെയല്ല എല്ലായ്പ്പോഴും. മനസ്സിലാക്കണം. ചില സമയത്ത് മണത്തറിഞ്ഞ് വാർത്ത മണത്തറിഞ്ഞൂടെ ചെയ്യും, ചില സമയത്ത് വിളിച്ചാൽ ചെല്ലും, പക്ഷെ ചില സമയത്ത് ഒന്നും അനങ്ങത്തില്ല. കഴിഞ്ഞ ഒരു ദിവസം പറഞ്ഞു പോയി, ഇമ്മീഡിയറ്റ് റിപ്ലൈ, ഡിലേഡ് റിപ്ലൈ, നെഗറ്റീവ് റിപ്ലൈ, ബട്ട് പ്രേയിങ് ഹാർട്ട് വിൽ ബി എ പീസ്ഫുൾ ഹാർട്ട്. ദൈവത്തെ ഒത്തിരി പ്രശ്നമുണ്ട്. അന്ന് അപേക്ഷ ഒരു സ്ത്രീയാണ്. അന്നത്തെ കൺസിഡറിങ് ദ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദാറ്റ് ടൈം, അന്നത്തെ സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലത്തെ പരിഗണിച്ചു. വിമൻ were supposed to be slaves on those days. They were bound in 3 slavery chains. From the birth of a girl till her marriage, she was supposed to be the slave of the father. After entering into the marriage union, till the death of the husband, she was supposed to be the slave of the husband. After the death of the husband, she was supposed to be the slave of their children. വിവാഹത്തിന് മുമ്പ് പിതാവിന്റെ അടിമ, വിവാഹശേഷം ഭർത്താവിന്റെ അടിമ, ഭർത്താവിന്റെ മരണശേഷം പിള്ളാരുടെ അടിമ. 3 അടിമത്വ ചങ്ങലയിൽ തളച്ചിട്ടു സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി. ഓൾഡൻ ടൈമിലെ കൺസെപ്റ്റ് അതായിരുന്നു. ആ ദുർഗന്ധം ഇന്ത്യയിൽ വന്നതോടുകൂടെയാണ് സതിസമ്പ്രദായം വന്നതറിയാമോ? ഭർത്താവിന്റെ ജീവനുള്ള ശരീരത്തോട് ഭാര്യയുടെ ശരീരത്തെ, നിരപരാധിയായ ഭാര്യയുടെ ശരീരത്തെ ആവാഹിലൂടെ വരിഞ്ഞു കെട്ടി തീച്ചൂടയിട്ട് ദഹിപ്പിക്കുന്ന
ഉപയോഗിക്കുന്ന സത്യസമ്പ്രദായം ഈ ദുർഗന്ധം പറഞ്ഞതുകൊണ്ട്. എന്നാൽ ഈ കൺസെപ്റ്റ് മാറ്റിയത് യേശുവിന്റെ സുവിശേഷമായിരുന്നു. പുരുഷ, man, your wife is not a slave, your wife is not a servant, she is your companion. Praise the Lord. അവൾ അടിമയല്ല, അവൾ ദാസിയല്ല, അവൾ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശിയാണ്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. She is a part of your own body. ഈ സുവിശേഷം പരത്തിയ വെളിച്ചത്തിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒബീഡിയൻസ് ആൻഡ് സബ്മിഷൻ സ്ത്രീക്ക് വേണമെന്നേ ഉള്ളൂ. കാരണം 3 ബൈബിളിൽ ഒന്ന്, ആദാമല്ല സ്ത്രീ അത്ര വഞ്ചിക്കപ്പെട്ട് ലംഘനത്തിലകപ്പെട്ടത്. ആദാം ആദ്യം നിർമ്മിക്കപ്പെട്ടു, പിന്നെയാണ് ഹൗവ. സൃഷ്ടിപ്പിൽ 2ാം സ്ഥാനം, പാപത്തിൽ 1ാം സ്ഥാനം, പിന്നെ വാരിയലിന്റെ വളവ്. ആ സ്ട്രെയിറ്റ് അല്ല, അതുകൊണ്ടൊരു ഒബീഡിയൻ സബ്മിഷൻ നിനക്കൊരു ഭൂഷണം. പക്ഷെ സ്ത്രീയെ നിനക്കായിരിക്കാൻ സൗന്ദര്യം കൂടുതൽ, ഭർത്താവിനേക്കാൾ ആരോഗ്യം കൂടുതൽ, ശമ്പളം കൂടുതൽ. ആദ്യം ഇവിടെ വന്ന് ഇമിഗ്രന്റ് ആയത് ചിലപ്പോൾ 5 അടി 5 ഇഞ്ചും നിന്റെ ഭർത്താവ് 5 അടി 3 ഇഞ്ച് കാണും. ചിലപ്പോൾ നിനക്ക് അധികം കൂടുതൽ, ചിലപ്പോൾ പ്രായം കൂടുതലായിരിക്കാം. എന്നാൽ സാരമില്ല. എന്നാലും ആ മെയിൻ ഒബീഡിയൻസ് സബ്മിഷൻ നിനക്കൊരു ഭൂഷണമാണ്. ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. എന്റെ യജമാനൻ. സാറ അബ്രഹാമിനെ എന്താ വിളിച്ചാൽ യജമാനൻ, ഇല്ലെങ്കിൽ അച്ചായം. അച്ഛൻ എന്തെങ്കിലും ഒരു ബഹുമാന പദം ഉപയോഗിക്കുന്ന പെണ്ണല്ല, ഇവിടെ പുറമൊന്നും വിളിക്കാം. എനിക്ക് സ്തോത്രം ഉണ്ടാകട്ടെ. അല്ലെങ്കിൽ നമ്മുടെ അപ്പച്ചന്മാരൊക്കെ വിളിച്ചത് എങ്ങനെയായിരുന്നു? അമ്മച്ചിമാരെ കേട്ടോ, ഡേ സുനു ഹിയർ, അതായാലും നല്ലതാണ്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ഭാര്യയെ എപ്പോഴും അച്ഛ എന്ന വിളിക്കും. പക്ഷെ ദേഷ്യം വരുവാൻ ഉപദേശിച്ച് വിളിക്കും. ടെക്നിക്കാണ് ഉപദേശിച്ച് വിളിച്ചാൽ അവർ അറസ്റ്റ് വരണ്ട. മനസ്സിലായോ? ഞാനും ഉണ്ടാകുന്ന ഉപദേശിച്ച് അറിയുള്ളൂ. പിന്നെ അങ്ങനെ ചില ടെക്നിക്കും കൂടെ ഒക്കെ ഉപയോഗിച്ചാൽ നല്ലതാണ്. മനസ്സിലായി? ദേശം പറഞ്ഞ ഉപദേശം ഓർക്കണം. പിന്നെ ഉണ്ടാകുന്നില്ല. അപ്പോൾ അങ്ങനെയായാലും ബഹുമാന വ്രതത്തിൽ അനുസരണം, വിധേയത്വം. ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. നാം അടിമയല്ല, ദാസിയല്ല, ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശിയാണ്. കേരളത്തിലെ KR ഗൗരിയും, തമിഴ്നാട്ടിലെ വീരഗിരിയും, UP-യിലെ മായാവതിയും, ബീഹാറിലെ മൗര്യ ദേവിയും, കൽക്കത്തയിലെ മദർ തെരേസയും, ഇന്ത്യയിലെ ഇന്ദിരാഗാന്ധിയും, BJP സോണിയാഗാന്ധിയും, ഭൂതപൂർവ്വ പ്രധാനമന്ത്രി പ്രസിഡന്റ് ആയിരുന്ന പ്രതിഭ പട്ടേലും ഇവരൊക്കെ വനിതകളായിരുന്നു. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. അറിയാമോ, ഞാൻ അടുത്ത കാലത്ത് ലീഡർഷിപ്പിന്റെ ഒരു പുസ്തകം വായിക്കുകയായിരുന്നു. മാസച്യൂസെറ്റ്സ് സ്റ്റേറ്റിൽ ബോസ്റ്റൺ നഗരത്തിൽ ഒരു കോൺഫറൻസ് നടക്കുകയാണ്. അവിടുത്തെ ഗവർണർ, സ്റ്റേറ്റ് ഗവർണർ സംബന്ധിക്കുന്നുണ്ട്. അയാളുടെ പേര് ക്രിസ്ത്യൻ ഹെർട്ടർ എന്നാണ്. ആ കോൺഫറൻസിന് ശേഷം അദ്ദേഹം ഭക്ഷണത്തിനായി നിന്നു. റൂമിൽ നിന്നാൽ ഭക്ഷണം കിട്ടും. പക്ഷെ അന്ന് അദ്ദേഹത്തിന് തോന്നി ജനങ്ങളോട് ഇടകലരാൻ ചെന്നു. ഒരു ലേഡിയാണ് ഭക്ഷണം, ഒരു പീസ് ചിക്കനാണ്. അദ്ദേഹം ചെന്നപ്പോൾ അദ്ദേഹം വിചാരിച്ച് 2 പീസ് കൊടുക്കുന്നു. അപ്പോൾ ഒരു ഭക്ഷണം കൊടുത്തു. മാഡം, can I have 1 more piece chicken? അവൾ പറഞ്ഞു, സർ, 1 man 1 piece, please more. അപ്പോൾ അയാൾ ചോദിച്ചു, excuse me madam, I am very hungry, only 1 more piece. അവൾ പറഞ്ഞു, I told you sir, 1 man 1 piece chicken. ഒരു അദ്ദേഹത്തിന് ദേഷ്യം. Do you know who I am? I am the governor of the state. ആ സ്ത്രീ പറഞ്ഞു, do you know who I am? I am the lady in charge of the chicken room. അയാൾ മര്യാദയ്ക്ക് അങ്ങോട്ട് പോയി അവളെ രക്ഷിച്ചു. You are the governor of the state, I am the governor of the chicken. അത്ര വിത്തുകളാണ് ഇപ്പോൾ ഉണ്ടായി വരുന്നത്. അതൊക്കെ പറയാൻ ഇവിടെ നിൽക്കത്തില്ല. ഫാമിലി കോൺഫറൻസ് അറിയിക്കാതെ ഞാനെല്ലാം പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെങ്കിലും man, woman, man, she is not a slave, she is not a servant, she is a companion, but submission and obedience is always applicable for you. ദൈവത്തിന് സ്തോത്രം. അസിയല്ല, അടിമയല്ല, പക്ഷെ അനുസരണ വിധേയത്വ ഭൂഷണമാണ്. അന്ന് ആ കാലങ്ങളിൽ ഒരു സ്ത്രീയുടെ നിലവിളി പരസ്യമായിട്ട് കേൾക്കുമായിരുന്നില്ല. ആരും തന്നെ കേൾക്കുമായിരുന്നില്ല. ധർമ്മഗുരുക്കന്മാർ സംസാരിക്കുമായിരുന്നില്ല. തെളിവുണ്ടെങ്കിൽ ജോൺ 4th chapter വീട്ടിൽ ചെന്ന് വായിക്കണം. ശമരിയക്കാരി സ്ത്രീയോട് യേശു സംസാരിക്കുമ്പോൾ ജോൺ 4th chapter ലാസ്റ്റ് പാരഗ്രാഫിലുണ്ട്, അവൻ സ്ത്രീയോട് സംസാരിക്കാൻ അവർ ആശ്ചര്യപ്പെട്ടു. പക്ഷേ അവരോട് ആരും ഒന്നും ചോദിക്കുവാൻ തുനിഞ്ഞില്ല. അന്നത് ഒരു വല്ലായ്മയായിരുന്നു അന്നത്തെ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ. ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. ഇന്നും പല ആളുകൾക്കും ഇത് മനസ്സിലായിട്ടില്ല. ഒരു പ്രസവം നടന്നു, ഒരാൾ പ്രസവിച്ചെന്ന് കേട്ട ഉടൻ നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്നത് എന്തോ ആണോ? ഞാൻ പലപ്പോഴും ചോദിക്കും, ഇത്ര ധൃതി വെക്കാതെ കുഞ്ഞ് നല്ല സുഖമായിരുന്നു, നോർമലാണ്, സസ്യനായിരുന്നു, ഹോസ്പിറ്റലാണോ, വീട്ടിലാണോ, എപ്പോൾ വീട്ടിൽ വരും, എത്ര എടുക്കും, ഇതൊക്കെ ചോദിച്ചിട്ട് പിന്നല്ലേ ആണാന്ന് വേണമെന്ന് ചോദിക്കുന്നത്. ഈ ദീർഘക്ഷമ ആർക്കുമില്ല.
ആദ്യം ഒരു മോനോ മോളോ, മോനാണെങ്കിൽ ദൈവത്തിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം, മോളാണെങ്കിൽ നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ വാങ്ങണം. അതുപോലൊരു കൺസെപ്റ്റ് ആയിപ്പോയി ഇന്നത്തെ തലമുറ. എന്നാൽ മക്കൾ യഹോവ നൽകുന്ന അവകാശം, ഉദരഫലം അവൻ തരുന്ന പ്രതിഫലം. ഇവളൊരു സ്ത്രീയാണ്, പോരാ ഒരു കനാന്യ സ്ത്രീയാണ്. ആദാമ്യ വർഗത്തിൽ മാനവ മഹാസാഗരം പാപത്തിൽ വീണപ്പോൾ ഇസ്രായേൽ എന്നൊരു ചെറിയ തോടിനെ വേർതിരിച്ചു. ഉൽപ്പത്തി 12 തുടങ്ങി. ആ 1 മുതൽ 11 വരെ ജനസിസ് 1-11 ഒരു ജാതി, ഒരു മതം, ഒരു ഭാഷ, ഒരു വംശം. 12 ദൈവം ഇസ്രായേലിനെ വേർതിരിച്ചതാണ്. എന്തിന്? 4 ഉദ്ദേശം ഉണ്ടായിരുന്നു. 1, പ്രോമിസ്ഡ് സീഡായ യേശു ക്രിസ്തുവിനെ ലോകത്തിൽ കൊണ്ടുവരണം. 2, വിശുദ്ധ വേദപുസ്തകം എഴുതി സൂക്ഷിക്കണം. 3, വിഗ്രഹാരാധന ലോകത്തിൽ സത്യാരാധന നിലനിർത്തണം. 4, ദൈവത്തിന് സാക്ഷികളാകണം. ഈ ഉദ്ദേശത്തോട് വേർതിരിക്കപ്പെട്ട ഇസ്രായേലിനെ കുറിച്ച് ഒരിടത്ത് എഴുതിയിരിക്കുന്നു, അങ്ങനെ യാതൊരു ജാതിക്കും അവൻ ചെയ്തിട്ടില്ല. വേദത്തിൽ എഴുതിയിരിക്കുന്നു, നമ്മുടെ ദൈവമായ കർത്താവിനെ നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതിയുള്ളൂ. അവർക്കും ആ ഗമയുണ്ടായിരുന്നു. ദൈവരാജ്യം ഞങ്ങളുടേത്, സ്വർഗരാജ്യം ഞങ്ങളുടേത്, മശിഹാജനനം ഞങ്ങളുടേത്, വാഗ്ദത്തങ്ങൾ ഞങ്ങളുടേത്, വേദപുസ്തകം ഞങ്ങളുടേത്. പിന്നെ നമ്മളേക്ക് എന്തിനാ ഉണ്ടാക്കിയത്? നരകത്തിൽ തീ കത്താൻ പറയുന്നത്. ഇങ്ങനെ ആ കൺസെപ്റ്റ്. ഇതാണ് കൊച്ചിങ്ങളുടെ ഹൃദയത്തിലും ഉണ്ടായിരുന്നു. അതല്ലേ ദാവീദ് വന്ന് മല്ലനെ കണ്ടപ്പോൾ പറഞ്ഞു, ഈ അഗ്രചരനെ ഫെലിസ്ത്യനാണോ എന്റെ ജനത്തെ നിന്ദിക്കുന്നത്, എവനെ തുണ്ടമാക്കിയിട്ട് ഞാൻ പോകുമെന്ന്. ആ കൊച്ചി ചെറുക്കന്റെ ബ്ലഡ് ബോയിലാവുക ഒരു ഹീതൻ ജെന്റൈലിന്റെ ചലഞ്ച് കേൾക്കുമ്പോൾ. അങ്ങനെ ഇവളൊരു പുറജാതി സ്ത്രീയാ. ഇവർ 1 ഒരു സ്ത്രീയായി പറഞ്ഞു, 2 പുറജാതിക്കാരി, 3 ഭൂതം കയറി കിട്ടുന്നത്. അങ്ങനെയുള്ള വീടുകളുമായി പോകാൻ ഇഷ്ടപ്പെട്ടു. തലവേദന, പനി, ഈ ശക്തി ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ പോയാലും ഭൂതം കയറി പിള്ളേരെ പോത്തില്ല. വൈറ്റാൻസ് ഇങ്ങോട്ട് കയറിയാലോ എന്ന് വിചാരിച്ച് അമ്മയാണ് അവോയ്ഡ് ചെയ്യുക. അപ്പോൾ പുഷ്ട ചിലപ്പോൾ ചിരിക്കുന്നു, ചിലപ്പോൾ കരയുന്നു, ചിലപ്പോൾ നീർച്ചാലുകൾ ഒഴുകുന്നു, പലപിടിപ്പിച്ച് പറിക്കുന്നു, വേദന കൊണ്ട് പുളയുന്നു. അങ്ങനെ ചുറ്റും കിടക്കുമ്പോൾ പലർക്കും അതൊരു പരിഹാസം. നോക്കുക ആ കൊച്ചിൻ്റെ ഡാൻസ്. പക്ഷേ പരിഹാസം ഉണ്ടെങ്കിലും പ്രസവിച്ച അമ്മയ്ക്ക് മാത്രമേ അതിൻ്റെ വേദന അറിയത്തുള്ളൂ. എൻ്റെ ദൈവമേ, എൻ്റെ കുഞ്ഞ് 4 അക്ഷരം പഠിച്ചെങ്കിൽ, സ്വയം ഒന്ന് പല്ല് തേച്ച് കുളിച്ചെങ്കിൽ, സ്വയം ഒന്ന് ഡ്രസ്സ് ചെയ്തെങ്കിൽ, സ്കൂളിൽ പോയെങ്കിൽ, പക്ഷെ ആരോരും സഹായിക്കാനില്ലാത്തൊരവസ്ഥ. ആ പാരഗ്രാഫ് മുഴുവൻ നിങ്ങൾ വായിക്കൂ. ഫാദർ, അങ്കിൾസ്, ആൻറ്റീസ്, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, ആരോരും ഈ സ്ത്രീക്ക് സഹായമില്ല. സന്തോഷ സമ്മിശ്രമാണ് മനുഷ്യ ജീവിതം. സന്തോഷമൊന്ന് പകരാണെങ്കിൽ അത് കൂടും, സന്താപം പകരാണെങ്കിൽ അത് കുറയും. അറിയാമോ? എന്നാൽ ഈ സന്താപത്തിൽ പങ്കുചേരാൻ ഒരു വ്യക്തിയുമില്ല. ലോൺലിനെസ്, ഏകാന്തതയാണ് അതിന് പ്രയാസം. നെക്സ്റ്റ് ആറ്റിറ്റ്യൂഡ് ഡിസൈപ്പിൾ, ശിഷ്യന്മാർ പറയുക, അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചിട്ട് വരുന്നല്ലോ, അവളെ പറഞ്ഞയക്കണമേ. സെൻഡ് ഹർ അവേ. ആ കുഞ്ഞിന് സുഖം കൊടുക്കണമെന്നല്ല, കുടുംബത്തിൽ പിറന്ന 12+1 13 പേര് ടക്ക് ടക്ക് ടക്കെന്ന് ജൂയിഷ് ആയിട്ട് ബാക്കിലൂടെ നമ്മൾ നടക്കുമ്പോൾ ഒരു കനാന്യ സ്ത്രീ പുറജാതിക്കാരി നമ്മുടെ പുറകെ വരും. സെൻഡ് ഹർ അവേ. ഹീൽ ദ ചൈൽഡ്, ദാറ്റ്സ് നോട്ട് അവർ പ്രോബ്ലം. സെൻഡ് ഹർ അവേ. പറഞ്ഞിരിക്കണം. ആറ്റിറ്റ്യൂഡ് ഓഫ് ഡിസൈപ്പിൾസ്. ആമേൻ. 6th പ്രോബ്ലം, ലോങ് സൈലൻസ് ഓഫ് ക്രൈസ്റ്റ്. യേശു അവളോട് ഒരു വാക്കുപോലും ഉത്തരം പറഞ്ഞു. എന്നാൽ ശിഷ്യന്മാർ പറഞ്ഞ ഉത്തരം പറഞ്ഞു. അവളെ പറഞ്ഞയക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ ഇസ്രായേലിലെ ഷീപ്സ്. ഇത് അവൾ ഓവർ ഹിയർ. ഇത് ഇവളോട് പറഞ്ഞതല്ല, എന്നാൽ ഇസ്രായേൽ ശിഷ്യന്മാരോട് പറഞ്ഞു. ഇത് ഇവിടെ ഓവർ ഹിയർ ചെയ്തു. പ്രാർത്ഥന എഡിറ്റ് ചെയ്തിട്ട് പറഞ്ഞു, ലോർഡ് ഹെൽപ്പ് മീ. കർത്താവേ എന്നെ സഹായിക്കും. എല്ലാവരും പറഞ്ഞു, കർത്താവേ. The shortest prayer in the Holy Bible. എല്ലാവരും പറഞ്ഞേ, കർത്താവേ എന്നെ സഹായിക്കണമേ. ഒന്ന് വാദം പറഞ്ഞേ, കർത്താവേ. ഇംഗ്ലീഷ് പറഞ്ഞു, ലോർഡ് ഹെൽപ്പ് മീ. The shortest prayer. അതിന് യേശു കൊടുത്ത മറുപടി ഇൻസൾട്ട് ടു ഇഞ്ചുറി. അതാണ് 7th പ്രോബ്ലം. മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്നത്. നായ്ക്കുട്ടി പോ,
സ്ത്രീയായി പിറന്നു, പുറജാതി പിറന്നു, ഭൂതബാധ ഉണ്ടായി വീട്ടിൽ, ആരുടെയും സഹകരണമില്ല, ശിഷ്യന്മാരുടെ മനോഭാവം. ഇത്രയും നേരം യേശു മിണ്ടുന്നില്ല. 7th പ്രോബ്ലം, ഇൻസൾട്ട്, ഇഞ്ചുറി, നായ്ക്കുട്ടി. പിന്നെ അവിടെ രക്ഷപ്പെട്ടത് എങ്ങനെയാണ് നിങ്ങൾക്കറിയാമോ? അവൻ പിടിച്ചു നിന്നു. ഒരനുഗ്രഹം പ്രാപിച്ചല്ലാതെ ഞാൻ പോവുകയില്ല. അങ്ങനെ ആറ്റിറ്റ്യൂഡ് ഇന്ന് രാത്രി വന്നവരുടെ മേൽ ദൈവകരം ഉണ്ടാകുന്നു. അവൻ 3 വട്ടം യേശുവിനെ സംബോധനയിൽ വാചകമുണ്ട്. കർത്താവേ, ഒന്നാമത്തെ റിക്വസ്റ്റ്, കർത്താവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. അറിയാമോ, യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റു പറയുമ്പോഴേ സ്വർഗം തുറക്കാൻ തുടങ്ങാം. പ്രൈസ് ദി ലോർഡ്. ലോകത്തുള്ള സകല മനുഷ്യർ ഇത് പറയാതെ പോകാൻ പറ്റില്ല. ജീസസ് ക്രൈസ്റ്റ് ഈസ് ലോർഡ്. സംശയമുണ്ടെങ്കിൽ ഫിലിപ്പിയർ 2:5-10 വരെ വായിക്കണം. ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു. മനുഷ്യ സാദൃശ്യത്തിലായ വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിത മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. അടുത്തത്, അതുകൊണ്ട് ദൈവം അവനെ ഉയർത്തി സകലനാമത്തിനും മേലായ നാമം നൽകി. അവന്റെ നാമത്തിൽ സ്വർലോകരുടെയും അധോലോകരുടെയും ഭൂലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങും. എല്ലാ നാവും യേശുക്രിസ്തു കർത്താവെന്ന്. എന്റെ സഹോദര സഹോദരി, നിന്റെ ഇടത്തെ കൈയുടെ കൊടയ്ക്ക് പൾസ് ഒരു പ്രാവശ്യം പൾസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നിന്റെ ഹാർട്ടിൽ ഒരു പ്രാവശ്യം ഹാർട്ട് ബീറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നിന്റെ മൂക്കിൽ ഒരു പ്രാവശ്യം ശ്വാസം എടുത്തിട്ടുണ്ടെങ്കിൽ, നിന്റെ നാവ് കൊണ്ട് യേശുവിനെ കർത്താവ് ഒരു ദിവസം പറഞ്ഞു എല്ലാം മുട്ടും. ഇതെല്ലാവരുടെ മുട്ട് മടങ്ങത്തില്ല. 3-4 കാരണമുണ്ട്. സ്തോത്രം. 7-10 ഏറെയായ 80 വയസ്സ് കഴിഞ്ഞാൽ മുട്ട് വളയത്തില്ല. ഓവർടേക്ക് ചെയ്യുമല്ലോ, നമ്പർ 2 വണ്ണം കൂടി പോവുകയാണെങ്കിൽ വളയത്തില്ല. നമ്പർ 3 ആർത്രൈറ്റിസ്, വാതരോഗം കൂടുതലുണ്ടെങ്കിൽ മുട്ട വളയത്തില്ല. നമ്പർ 4 അഹങ്കാരം കൂടിയാലും വളയത്തില്ല. ഞാൻ അവിടെ മുമ്പിൽ മുട്ട വളയ്ക്കുന്നത് 4 കാരണത്താലും മുട്ട് വളയത്തെ. അപ്പോൾ പ്രായം കൂടിയാൽ മുട്ട് വളയുകയില്ല, രോഗം കൂടിയാൽ മുട്ട് വളയുകയില്ല, വണ്ണം കൂടിയാൽ മുട്ട് വളയുകയില്ല. പിന്നെന്താ കൂടിയല്ല? അഹങ്കാരം. ഈ പ്രശ്നമെല്ലാം വന്ന് തീരും. വിശ്വസിക്കുന്നവർ പാടിയ എല്ലാ മുട്ടും മടങ്ങൂ, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. Every knee shall bow, every tongue confess that Jesus Christ. Hallelujah. യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയും. ദൈവനെ മരിച്ചൊന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചൊന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കും. 3 പ്രാവശ്യം. ഒന്നാമത്തെ, കർത്താവേ ദാവീദ് പുത്ര എന്നോട് കരുണ ചെയ്യണമേ. മറുപടി, ശിഷ്യന്മാർ ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആളുകളുടെ അടുക്കലേക്ക് എന്നെ അയച്ചിട്ടുണ്ട്. സെക്കൻഡ് റിക്വസ്റ്റ്, കർത്താവേ എന്നെ സഹായിക്കണമേ. മറുപടി, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത്. ലാസ്റ്റ് റിക്വസ്റ്റ്, കർത്താവേ നായ്ക്കുട്ടികളും ഇവിടെ ഇവരുടെ മേശയിൽ നിന്ന് വീഴുന്ന മുറുക്കുകൾ തിന്നുന്നുണ്ട്. എഗ്രി, പിന്നെ ഒരു കാര്യം, നാഥ ഞാൻ ബിഗ് ഡോഗ് അല്ല, ഒരു സ്മോൾ ഡോഗാണ്. ദൈവത്തിന് സ്തോത്രം. ബിഗ് ഡോഗ് ആണെങ്കിൽ ഇര തേടാൻ കഴിയും. നീ എന്നെ നായ്ക്കുട്ടി എന്നല്ല വിളിച്ചത്. നോട്ട് എ ബിഗ് ഡോഗ്, ഐ എം എ സ്മോൾ ഡോഗ്. ഐ നീഡ് സം ഫുഡ് ഫ്രോം യുവർ ടീം. പിന്നെ ഞാൻ അങ്ങേ കർത്താവായി അംഗീകരിച്ച് കഴിഞ്ഞു. കർത്താവായി അംഗീകരിച്ച അതുകൊണ്ട് ഇനി ഞാനൊരു സ്ട്രീറ്റ് ഡോഗ് അല്ല, ഒരു പെറ്റ് ഡോഗ് ആയിരിക്കും. ദൈവത്തിന് സ്തോത്രം. നോട്ട് എ സ്ട്രീറ്റ് ഡോഗ് ബട്ട് എ പെറ്റ് ഡോഗ്. സ്ട്രീറ്റ് ഡോഗിനെ നോക്കുന്ന പോലെ എന്നെ നോക്കരുത്. ഇവിടുന്ന് അങ്ങോട്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട്. ഏതായാലും അമേരിക്കയിൽ അനുവാദമില്ല. പക്ഷേ ഈസ്റ്റേൺ കൾച്ചറിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ
പട്ടണത്തിൽ കൂടെ നായ്ക്കൾ ഓടുന്ന കണ്ടാൽ നമുക്ക് തോന്നും 7 to 7 ഡ്യൂട്ടിയാണ്, വളരെ ബിസി. 7 AM to 7 PM അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു, 7 to 7 ഡ്യൂട്ടി. പട്ടണത്തിൽ കൊട്ടാരക്കര പട്ടണത്തിനുള്ളിൽ ഓടുന്ന നായ്ക്കളുടെ ടൈം ടേബിൾ ഇരിക്കുന്ന ഒരു ദേവദാസൻ പറഞ്ഞതുപോലെ അറിയാമോ, ഒരു ഡ്യൂട്ടി ഇല്ല, പക്ഷെ വെരി ബിസിയാണ്. മനസ്സിലാകുന്നുണ്ട്. സ്ട്രീറ്റ് ഡോഗ് അല്ല ഞാനൊരു പെറ്റ് ഡോഗായി ദൈവത്തിന് സ്തോത്രം. ഞാനൊരു ബിഗ് ഡോഗ് അല്ല, സ്മോൾ ഡോഗാണ്. സ്ട്രീറ്റ് ഡോഗ് അല്ല, പെറ്റ് ഡോഗാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കണ്ട കള്ളനെ കവർച്ചക്കാരനെ പിടിക്കാൻ മണപ്പിച്ച് പോകുന്ന ഒരു പോലീസ് ഡോഗ് അല്ലേ, ഒരു പൊളൈറ്റ് ഡോഗാണ്. മനസ്സിലായോ? കണ്ടവനെ കടിച്ച് പേയിളക്കുന്ന ഒരു മാഡ് ഡോഗ്. ഞാനൊരു പേപ്പട്ടിയല്ല, സുബോധമുള്ള ഡോഗാണ്. 2 Peter 2nd chapter ലാസ്റ്റ് പാരഗ്രാഫിൽ സ്വന്തം ഛർദിക്ക് തിരിയുന്ന നായുണ്ട്. ഞാൻ വൊമിറ്റ് ഈറ്റിംഗ് ഡോഗ് അല്ലേ, ഞാനൊരു ബ്രെഡ് ഈറ്റിംഗ് ഡോഗാണ്. ലൂക്കോസ് 16ാം അധ്യായത്തിൽ ലാസറിന്റെ വ്രണം നക്കി തൃപ്തിപ്പെടുന്ന നായ്ക്കളുണ്ട്. പക്ഷേ അവരുടെ വ്രണം നക്കുന്ന നായല്ല ഞാനൊരു ടേബിൾ ഫീഡിംഗ് ഡോഗാണ്. ശ്രദ്ധിക്കൂ, ആട്ടിൻകുട്ടികളുടെ ക്യാമ്പസ് ആണ് ഏത്? ഇസ്രായേൽ. ആട്ടിൻകുട്ടികളുടെ ക്യാമ്പസിൽ അൺഓതറൈസ്ഡ് എൻട്രി ഓഫ് വൺ ഡോഗ്. ആട്ടിൻകുട്ടി യഹൂദന്റെ ക്യാമ്പസിൽ അനധികൃതമായ ഒരു പട്ടിക്കുട്ടി കയറി വന്നിരിക്കുകയാണ്. ആട്ടിൻകുട്ടിയുടെ ക്യാമ്പസിൽ അൺഓതറൈസ്ഡ് ആയിട്ട് എൻട്രി ചെയ്യുന്ന ഒരു പട്ടിക്കുട്ടിയാണ്. സർ, ഐ എം നോട്ട് എ ബിഗ് ഡോഗ് ബട്ട് ഐ എം എ സ്മോൾ ഡോഗ്, നോട്ട് എ സ്ട്രീറ്റ് ഡോഗ് ബട്ട് ഐ എം എ പെറ്റ് ഡോഗ്, നോട്ട് എ മാൻ ഡോഗ് ബട്ട് എ മീക്ക് ഡോഗ്, not a police dog but I'm a polite dog, not a sword licking dog but I am a table feeding dog, not a vomit eating dog but I'm a bread eating dog. Praise the Lord. I am a dog. അങ്ങനെ താഴ്ത്താൻ മനസ്സുള്ള എത്ര പേര് രാത്രിയിലുണ്ട്? I am a small puppy dog. All that I need is one piece of bread. ദൈവത്തിന്റെ സ്തോത്രം. ലൈഫ് ടൈം സപ്ലൈ ഞാൻ ചോദിച്ചില്ല. യഹൂദന് വേണ്ടിയല്ലേ നീ വന്നത്, അത് മുഴുവൻ യഹൂദൻ കൊടുത്തുകൊള്ളൂ. ഒരു ഇയർലി സപ്ലൈ ഞാൻ ചോദിക്കുന്നില്ല, അതും അതേ യഹൂദന് കൊടുത്തുകൊള്ളൂ. ഒരു മാസത്തേക്കുള്ള ആഹാരം ചോദിക്കുന്നില്ല, യഹൂദന് കൊടുത്തുകൊള്ളൂ. ഒരു ആഴ്ചത്തേക്കുള്ള ആഹാരം എനിക്ക് വേണ്ട, യഹൂദന് കൊടുത്തുകൊള്ളൂ. ആട്ടിൻകുട്ടികൾക്ക് കൊടുത്തുകൊള്ളൂ. ഒരു ഡേ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ അതും ആട്ടിൻകുട്ടികൾക്ക് കൊടുത്തുകൊള്ളൂ. അത് എനിക്ക് വേണ്ട. വൺ ടൈം മീൽ. ഒരു അമ്മച്ചി ഒരു യോഗത്തിന് പോയ കുട്ടിയുടെ കയ്യിൽ പൊതിഞ്ഞു കൊടുത്ത how many loaves and how many fishes tell me? എത്ര മീൻ കൊടുത്ത്? 5 breads ആണ്. അതാ ആവറേജ് ഫുഡ്. അത് എനിക്ക് വേണ്ട. 1 bread അത് ഫുൾ എനിക്ക് വേണ്ട. ആ ഒരു ബ്രെഡ് കുഞ്ഞുങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബൈ ചാൻസ് മുറുക്കുകൾ താഴോട്ട് വീഴും, പട്ടിക്കുട്ടികൾ ഒപ്പിയെടുക്കും. പക്ഷേ ഈ ക്യാമ്പസിൽ പട്ടിക്കുട്ടികൾ വന്നില്ലല്ലോ. ഒരു പട്ടിക്കുട്ടിയല്ലേ വന്നത്? ജസ്റ്റ് 1 dog. And all that I need is 1 piece of bread. 1 piece of bread. എന്താ ഇതിന്റെ അർത്ഥം? Just 1 word from your mouth. Hallelujah! ആ വാക്കിന്റെ ശക്തി ഞാൻ അറിഞ്ഞു വന്നിരിക്കുന്നു. സമസ്ത ലോകം നിർമ്മിച്ച വാക്കിനാൽ, ലോകത്തെ നിയന്ത്രിക്കുന്ന വാക്കിനാൽ അലയടിച്ചു വന്ന തിരമാലകൾ തിരതള്ളി കയറിയപ്പോൾ കാറ്റേ അടങ്ങൂ, കടലേ ശാന്തമാകൂ. മലയാളത്തിൽ ഒറിജിനൽ ലാംഗ്വേജിൽ ഷാലോം. എല്ലാവരും കൈ പൊക്കി ഷാലോം എന്ന് പറഞ്ഞ് ഒന്ന് കുറച്ച് പറഞ്ഞ് ഷാലോം. ഒറ്റ കൊച്ചു കുഞ്ഞുറങ്ങുന്ന പോലെ എലിയിലെ കടന്നുറങ്ങി. സൃഷ്ടിക്കുന്ന വാക്കിന, നിർമ്മിച്ചത വാക്കിന, നിലനിർത്തുന്ന വാക്കിന, നിർമ്മൂലമാക്കുന്ന വാക്കിന, തിരകളെ ശാന്തമാക്കുന്ന വാക്കിന. അങ്ങനെയെങ്കിൽ എനിക്ക് ഒരു കഷണം അപ്പം ഒരു വാക്കു മതി. 9 മാസത്തിൽ പ്രമുദരത്തിൽ ഞാൻ ചുമന്ന് അതിവേദനയോടെ പ്രസവിച്ച എൻ്റെ മോൾ ഉമ്മ വെച്ച് ഞാൻ വളർത്തി. കൈ വളരുന്നു, കാല് വളരുന്നു, പല്ല് വരുന്നു, കമന്ന് വീഴുന്നു. ഇവിടെ കിടത്തി വെച്ച് അവിടെ ഓടിക്കിടന്നു. കമന്ന് എൻ്റെ കുഞ്ഞ് കമന്ന് വീണു. കൈ വളർന്നു, കാല് വളരുന്നു, കമന്ന് വീഴുന്നു. അങ്ങനെ പാലാടിയിലോചന മങ്ക അവൾ 1.5 വയസ്സാകുവോളം സ്വർണ്ണ തൊട്ടിമേലിട്ടു കിടത്തി. നല്ല താരാട്ട് പാടി ഉറക്കി, നല്ല താരാട്ട് പാടി ഉറക്കി. പല്ല് വരുമ്പോഴും നീട്ടി തുടിക്കുമ്പോഴും കടന്ന് വീഴുമ്പോഴും എല്ലാവരും കൂടെ സന്തോഷിച്ചൊരു അമ്മയാണ്. എന്നാൽ ശൈശവ അതിനല്ല. പ്രഷ്യസ് ജുവലറി, പ്രഷ്യസ് തിങ്സ് ആണെങ്കിൽ രാത്രി കള്ളൻ വരുന്ന പോലെ വരുന്നെങ്കിൽ ഭൂമിയിലെ വിശുദ്ധന്മാരോ അവരെ പ്രസാദമുള്ള ശ്രേഷ്ഠന്മാരോ പ്രത്യാശയോടെ കയ്യൊന്ന് കാണി ഞാൻ. Be ready, brother. Be ready, sister. This is not a joke.
ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നമ്മുടെ കർത്താവിന്റെ വരവെടുത്തു പോയി. കള്ളൻ രാത്രി വരുന്ന പോലെ വരും. Be ready, be ready. തക്ക സമയത്താണ് appearance of the Lord. Last, Galatians chapter 6 and verse 9 please. ഗലാത്യ ലേഖനം 6-ാമത്തെ അധ്യായം 9-ാം വാക്യം കൂടെ വായിച്ചുകൊണ്ട് ഇന്നത്തെ സന്ദേശം അവസാനിപ്പിക്കുന്നു. Galatians 6:9. നന്മ ചെയ്യുകയിൽ നാം അടുത്തു പോകരുത്. തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം ഹല്ലേലൂയ. തളർന്നു പോകാഞ്ഞാൽ എപ്പോഴാണ് നമ്മൾ കൊയ്യാൻ പോകുന്നത്? നിന്റെ രഹസ്യം പരസ്യമായി നീ ചെയ്ത സംഭവത്തികൾ ശിഷ്യനെന്ന് വെച്ച് ഈ ചെറിയവർ ഒരുത്തൻ ഒരു പാനപാത്രം തണ്ണീർ മാത്രം കുടിക്കാൻ കൊടുക്കുന്നവന് പോലും പ്രതിഫലം കിട്ടാതെ ആത്മാക്കളെ നേടിയവർക്ക് പ്രതിഫലം. പ്രൈസ് ദി ലോർഡ്. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വരുവാൻ ഇനി അധികം സമയമില്ല. ഒരു യുഗം എരിഞ്ഞ് തീരാറായി. സകല ലക്ഷണങ്ങളും കാണുന്നു. ബൈബിൾ പ്രവചനങ്ങളെല്ലാം അതിന്റെ പരമകാഷ്ഠയിൽ എത്തുന്നു. നമ്മുടെ മണവാളൻ വാതിക്കലായിരിക്കുന്നു. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. ആമേൻ. കർത്താവിന് വേണ്ടി ചെയ്ത ബുദ്ധിമാന്മാർ ആകാശ മണ്ഡലത്തിലെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കാൻ പോവുകയാണ്. തിരുനാമത്തിന് വേണ്ടി നിന്ന സഹിച്ച നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് തുടയ്ക്കുവാൻ പോവുകയാണ്. പ്രത്യാശകളെല്ലാം ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ കരങ്ങളിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. ദൈവത്തിന് സ്തോത്രം. ഗായക സംഘം മുന്നോട്ട് വരുന്ന സഹോദരങ്ങൾ ഹല്ലേലൂയ. എല്ലാവരും ഒരു നിമിഷം കണ്ണുകൾ അടച്ചാട്ട് അവൻ സകലതും തക്ക സമയത്ത് ഭംഗിയായി ചെയ്തു. Creation in the right time, redemption in the right time, crucifixion in the right time, provision of your meals in the right time, your exaltation in the right time. തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തും. Amen. Your promotion to glory in the right time, your ascension in the right time, and the reward distribution in the right time. എല്ലാവരും ദൈവത്തിന് സ്തോത്രം ചെയ്യും. എല്ലാവരും ഒരു നിമിഷം കണ്ണുകളെ എല്ലാം പറയുവാനാകട്ടെ. ഇന്ന് രാത്രി ജീവന്റെ ഉടയവൻ നിന്നോട് ചോദിക്കുന്നു, Come on എന്ന് പറഞ്ഞാൽ നിത്യവിനെ അവകാശമാക്കുന്നു. ജീസസ് ഈസ് കമ്മിങ് സൂൺ. നാഥ, ഈ വചനത്തിന് മുൻപിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. അത് ഹെഡിലിരിക്കാൻ നമ്മുടെ ബ്ലഡിലോട്ട് സാച്ചുറേറ്റ് ചെയ്യട്ടെ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വചനം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. സമർപ്പണമുള്ളവർക്ക് ഞാൻ ഒരു വാക്കിൽ പ്രാർത്ഥിക്കുന്നില്ല. അങ്ങനെയുള്ളവരെ വാക്കയൊന്ന് പൊക്കിപ്പിടിക്കണം. എല്ലാവരും ആമേൻ. പരിശുദ്ധ പിതാവേ, ഉയർത്തപ്പെട്ട ഓരോ കരത്തെയും ഞാൻ തിരിച്ചെടുത്തത്. തങ്ങളുടെ കുഞ്ഞുങ്ങൾ മടങ്ങി വരണം, അടുത്ത തലമുറ മടങ്ങി വരണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് കൈമുക്കിയാണ്. ഇന്ന് രാത്രി അവർക്കായി നമ്മുടെ പിൻതലമുറയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ പിതാവ്, ഒരു കഷ്ണം അപ്പം കൊടുത്ത് ആ കനാന്യ സ്ത്രീക്ക് ഒരു വാക്ക് കൊടുത്ത് അവൾ മടങ്ങി വന്നതുപോലെ ഞങ്ങളുടെ ജനറേഷൻ മടങ്ങി വരട്ടെ. പിശാചിന്റെ പിടിയിൽ മടങ്ങി വരട്ടെ. രോഗങ്ങൾ മാറട്ടെ. ബന്ധനം അഴിയട്ടെ. സാത്താൻ വിട്ടുപോകട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവശക്തി മറ്റേ ശരീരത്തിൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് വേഗം വരുമെന്ന് നിന്റെ പ്രത്യക്ഷത തക്ക സമയത്ത് ഞങ്ങൾ നന്മ ചെയ്താൽ തളർന്നു പോകാതിരുന്നാൽ തക്ക സമയത്ത് ഞങ്ങൾക്ക് പ്രതിഫലം തരും. അതിനായി ഞങ്ങൾ എല്ലാവരോടും പ്രവർത്തിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രതിഫലം തന്നിടുവാൻ, യേശു രാജൻ വന്നിടുവാൻ പാട്ടുകൾ ചില ചരണങ്ങൾ നമുക്ക് അല്പസമയം പാടി ആരാധിക്കാം. May God bless us with this word. Clap your hands and sing the song. കാലമെല്ലാം കഴിയോ ഇന്നു കാണുന്നതെല്ലാം ആയിരുന്നു